സിൽവർ ലൈൻ പദ്ധതിയിൽ ഇന്ന് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും രൂക്ഷ വിമർശനം ഉന്നയിച്ചു. പദ്ധതിയെക്കുറിച്ച് നിലപാട് വ്യക്തമാക്കാത്തതിന് കോടതി കേന്ദ്രത്തിനെതിരെ വിമർശനം ഉന്നയിച്ചു. കോടതിയെ ഇരുട്ടിൽ നിർത്താതെ നിലപാട് അറിയിക്കാൻ കർക്കശമായ നിർദ്ദേശം കേന്ദ്രത്തിന് നൽകിയിരിക്കുന്നു കോടതി. ഒപ്പം സംസ്ഥാന സർക്കാരിനുമുണ്ട് താക്കീത്. ജനങ്ങളെ വെല്ലുവിളിച്ച് സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാനാകില്ല എന്നാണ് കോടതി പറഞ്ഞത്. കേരയിൽ സർവേക്കല്ലുകൾ സ്ഥാപിക്കുന്നതിനുള്ള വിലക്കും കോടതി നീക്കിയില്ല. കോടതി കേന്ദ്ര നിലപാട് എന്ത് എന്ന് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി അവകാശപ്പെടുന്നതാകട്ടെ സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്രാനുമതി ഉണ്ട് എന്നാണ്. പദ്ധതി നടപ്പാക്കുമെന്ന നിലപാടിൽ കടുകിട മാറ്റം വരുത്താതെ മുന്നോട്ട് പോവുകയാണ് മുഖ്യമന്ത്രി. ഒപ്പം പദ്ധതിയെക്കുറിച്ച് വ്യാപക പ്രചാരണത്തിന് കൂടി ഒരുങ്ങുന്നു സർക്കാർ. സിൽവർ ലൈൻ പദ്ധതിയിൽ കേന്ദ്ര നിലപാട് എന്ത് എന്നാണ് ഇന്ന് ന്യൂസ് ഈവനിംഗ് വിശദമായി പരിശോധിക്കുന്നത്. സ്വാഗതം. അല്ല, സർക്കാർ ചെലവിൽ 50 ലക്ഷം കോപ്പി അടിക്കുക സർക്കാർ ചെലവിലാണ്. സർക്കാർ ചെയ്യുന്ന അശാസ്ത്രീയമായ അപ്രായോഗികമായ കേരളത്തെ കടക്കണിയിലെത്തിക്കുന്ന പാരിസ്ഥിതിക ആഘാതമുണ്ടാക്കുന്ന സാമൂഹ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ പദ്ധതി സർക്കാർ ചെലവിൽ പാവപ്പെട്ട ജനങ്ങളുടെ ചെലവിൽ വീണ്ടും അടിച്ചിറക്കുകയാണ്. സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ കുറേ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാം അത് വായിച്ചു നോക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. പ്രതിപക്ഷത്തിന്റെ കൃത്യമായ മറുപടി അടുത്ത ദിവസം പുറത്തിറങ്ങും. വാസ്തവത്തിൽ പുസ്തകത്തിനുള്ള ടെൻഡർ അല്ല വിളിക്കേണ്ടത്, ഇതിന്റെ കൺസൾട്ടൻസിയെ നിയമിച്ചുള്ള ടെൻഡറായിരുന്നു വിളിക്കേണ്ടത്. സിസ്ട്ര എന്ന് പറയുന്ന ഫ്രഞ്ച് കമ്പനിയെ ആഗോള ടെൻഡറില്ലാതെ നിയോഗിച്ചതിന്റെ പിന്നിൽ ഗുരുതരമായ അഴിമതിയുണ്ട്. കാരണം മൊത്തം പദ്ധതി ചെലവിന്റെ 5% കൺസൾട്ടേഷൻ ഫീ ആണ്. ആരാണ് ഈ സിസ്ട്രയെ കൺസൾട്ടന്റായി നിയമിച്ചത്? 20 വർഷം മുതൽ 40 വർഷം വരെയുള്ള തിരിച്ചടവുകളുടെ ലോണുകളാണ് 0.2% തൊട്ട് 1%, 1.5% വരെയുള്ളത്. അപ്പോൾ ഒരു വർഷം സാധാരണ എൻ്റെ ഒരു കണക്കൂട്ടലാണെങ്കിൽ ഒരു വർഷം 1000 കോടി രൂപ വെച്ച് റീപേയ്മെന്റ് ആവറേജ് നോക്കിയാൽ റീപേയ്മെന്റ് വരുന്നൊരു സ്കീമാണ് 10-40 വർഷം കൊണ്ട്. ഇങ്ങനൊരു കാര്യം കണക്കുകൂട്ടി ഭാവിയിലേക്കൊരു പദ്ധതിയാണ് നമ്മൾ ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇതിന് പല തടസ്സവാദങ്ങളും പറയാം, പലതരത്തിലേക്ക് അത് രാഷ്ട്രീയമാവരുന്നേ ഉള്ളൂ പ്രശ്നം. ടെക്നിക്ക് ആവാം, മറ്റു കാര്യങ്ങളാവാം, സംശയം ഉണ്ടാവും, അത് പരിഹരിക്കാൻ ചർച്ച വേണം. ഇങ്ങനൊരു സാങ്കേതിക ന്യായം പറഞ്ഞിരുന്നെങ്കിൽ കൊല്ലം ചെങ്കോട്ട ചെന്നൈ റെയിൽവേ ലൈൻ 125 വർഷം മുമ്പ് തിരുവിതാംകൂർ രാജാവിന്റെ കാലത്ത് ഉണ്ടാകുമായിരുന്നില്ല. ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ, എല്ലാവരും അറിയണ്ട. ഇപ്പം മുഖ്യമന്ത്രി ഇന്നെന്തോ ചിന്തയിൽ എഴുതുകയാണ് ചെയ്തതിനകത്ത് റെയിൽവേയുടെ അനുമതി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് പുറത്ത് കാണിക്കട്ടെ. ആ അനുമതി കിട്ടാൻ വേണ്ടി റെയിൽവേയിലേക്ക് കൊടുത്ത റിപ്പോർട്ട് എന്താണെന്നും കൂടെ ജനങ്ങൾ അറിയട്ടെ. അപ്പൊ എന്താണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാമല്ലോ. ന്യൂസ് ഈവനിംഗ് ചർച്ചയിലേക്ക് കടക്കുന്നു. ഇന്നത്തെ നമ്മുടെ അതിഥികൾ ശ്രീ റെജി ലൂക്കോസ്, ഇടത് നിരീക്ഷകൻ, ശ്രീ NK ശശികുമാർ, BJP സംസ്ഥാന സമിതി അംഗം, ശരണ്യരാജ്, കേരയിൽ വിരുദ്ധ സമിതിയുടെ വനിതാ വിഭാഗം സ്റ്റേറ്റ് കൺവീനറാണ്. ആദ്യം ഞാൻ പോകുന്നത് ശ്രീ റെജി ലൂക്കോസിലേക്കാണ്. ശ്രീ റെജി ലൂക്കോസ്, ഇതിപ്പോൾ കോടതിക്ക് ബോധ്യമാകാത്തൊരു കാര്യം, അതായത് കേന്ദ്രം ഇതിന് അനുമതി നൽകിയിട്ടുണ്ടോ, കേന്ദ്രത്തിന്റെ ഇക്കാര്യത്തിലെ നിലപാട് എന്ത് എന്നത് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ കർശനമായ ഭാഷയിൽ കോടതി കേന്ദ്രത്തോട് പറയുകയാണ്, കേന്ദ്രത്തിന്റെ നിലപാട് അറിയിച്ചിരിക്കണം, കോടതിയെ ഇരുട്ടിൽ തപ്പുന്ന ഒരു അവസ്ഥയിൽ കൊണ്ട് നിർത്തരുത്, അതുകൊണ്ട് അടുത്ത ദിവസം കൃത്യമായി തന്നെ നിലപാട് അറിയിക്കണം എന്നത് കോടതി പറഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രി ചിന്തയിൽ എഴുതിയ ലേഖനത്തിൽ ആവർത്തിച്ച് പറയുന്നത് കേന്ദ്രാനുമതി ഉണ്ട് ഈ പദ്ധതിക്ക് എന്നാണ്. കോടതിക്ക് പോലും ബോധ്യപ്പെടാത്തൊരു കാര്യം മുഖ്യമന്ത്രി ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നു. ഇതിൽ നമ്മൾ ഏതാണ് മുഖവിലേക്ക് എടുക്കേണ്ടത്? അനുജ, ഇന്നത്തെ ഹൈക്കോടതിയുടെ പരാമർശം വളരെ പോസിറ്റീവായിട്ട് ഈ കേരളയെ സംബന്ധിച്ചോളം. വനിത തന്നെ ഇവിടെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച്, അല്ലെങ്കിൽ ഇത് നമ്മുടെ ഇൻട്രോയിൽ പറയുന്നതനുസരിച്ച്, കേന്ദ്ര സർക്കാരിനോട് രൂക്ഷമായ രീതിയിൽ കേരളത്തിന് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നു. അത് കേരളയുടെ അനുമതി ഉണ്ടോ, എത്രയും പെട്ടെന്ന് മറുപടി തരണം. അതിനോട് ഡെഡ്ലൈനും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് വളരെ കൃത്യമായ ചോദ്യമാണ്. കാരണം അതിനോടനുബന്ധിച്ച് നടത്തിയ ഒരു പരാമർശം കൂടി നിങ്ങൾ കൂട്ടി വായിക്കണം. കേരളത്തിന്റെ പുരോഗതിക്ക് അനിവാര്യമാണ് എന്നോടുകൂടി ഒരു പരാമർശമുണ്ട്. അത് നിങ്ങൾ മറച്ചു വയ്ക്കുന്നു. ഇവിടെ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? കേരളയിൽ കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ റെയിൽവേ ബോർഡിന് അനുമതി ഉണ്ടെന്നുള്ളതാണ്. അനുമതി ഉണ്ട്, താൽക്കാലികമായ അനുമതി കൊടുത്തു. താൽക്കാലികമായ അനുമതി കൊടുത്തുകൊണ്ട് പലതവണയായിട്ട് മുഖ്യമന്ത്രി പുറത്തുവിട്ടിട്ടുണ്ട്, രേഖയും പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മളൊക്കെ അതേക്കുറിച്ച് ചർച്ച ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ കോടതിയുടെ രൂക്ഷ വിമർശനങ്ങൾ കേരളത്തിനെതിരെ അല്ലെന്നും അത് കേരളത്തിൽ ഈ റെയിൽ വരുന്നതിനുള്ള പോസിറ്റീവായിട്ടുള്ള ആംഗിളിൽ ഉള്ള ഒരു കർശനമായ നിർദ്ദേശമാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിനുള്ള നിങ്ങൾ ഈ പറയുന്ന ഇതിനെതിരെ അല്ല ഇതിനു വേണ്ടിയിട്ട്
സർവേ കല്ലുകൾ അല്ലെങ്കിൽ ആ കല്ലുകൾ കുഴിച്ചിട്ടതിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് എന്താണ് ഹൈക്കോടതി പരാമർശിച്ചിരിക്കുന്നത്? മഞ്ഞ നിറമുള്ള കല്ലുകൾ അവിടെ ഇടാൻ പാടില്ല, ജനങ്ങൾക്ക് പരിഭ്രാന്തി ഉണ്ടാകുന്ന രീതിയിലുള്ള നീക്കങ്ങൾ നടത്തരുത്. കാരണം ഇവിടുത്തെ പ്രതിപക്ഷവും പരിസ്ഥിതിവാദികളും അവകാശപ്പെടുന്ന വ്യാജ ബുദ്ധിജീവികളും കേരളത്തിലെ ജനങ്ങളെ പുറകോട്ടടിക്കാനും പുരോഗതിയെ തടയാൻ വേണ്ടിയിട്ട് കാലങ്ങളായിട്ട് നടത്തുന്ന എല്ലാ പദ്ധതികൾക്കെതിരെ നടത്തുന്ന അവരുടെ ജൽപ്പനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഒരു വിഭാഗത്തിന് പരിഭ്രാന്തി ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ബാധ്യസ്ഥമാണ് കേരളത്തിലെ സംസ്ഥാന സർക്കാർ. എന്താ തർക്ക കാര്യത്തിൽ? നാളെ രാവിലെ ഇത് പണി തുടങ്ങുമല്ലോ. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്ന പരസ്യമായിട്ട് ഇനിയും ഇവിടെ സർവേ നടത്തും. DPRന്റെ താൽക്കാലിക, അതായത് ദ്രുത DPRനെ കുറിച്ച് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പരാതി നിരന്തരമുള്ള പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ആ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ആ വാദഗതികൾ പൊളിഞ്ഞു പോയിരിക്കുന്നു. പിന്നെ എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സർക്കാർ ഒരു കാരണവശാലും ഈ പദ്ധതി കൊണ്ടുവരാൻ പാടില്ല. ഈ പദ്ധതി അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആയുസ് മുരടിച്ചു പോകും. ഇതാണ് അവരുടെ പ്രശ്നം. അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിന്റെ പത്രസമ്മേളനം അത് ഞാനും കണ്ടായിരുന്നു. അദ്ദേഹത്തിന് യാതൊരു ലജ്ജയില്ലാതെ ഇന്ന് പത്രസമ്മേളനം നടത്തിയിരിക്കുക. ഞാൻ അദ്ദേഹം വളരെ ബഹുമാനിക്കുന്ന ഒരു ആയിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹം പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഒരു ശതമാനം സത്യമുണ്ടോ? അദ്ദേഹം 2011 മുതൽ 16 വരെ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ 2013 അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയോട് കൂടി ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രിക്ക് നേരിട്ട് കൊണ്ട് കൊടുത്തു 1,28,000 കോടി രൂപയുടെ ഒരു പദ്ധതി, ഹൈസ്പീഡ് ട്രെയിൻ. ഇനി എന്തിനധികം 2016 ഇവരുടെ പ്രകടന പദ്ധതിയിലെ മുഖ്യ പ്രോജക്റ്റുകളിൽ ഒന്ന് എന്തായിരുന്നു? ഇതേ ഹൈസ്പീഡ് ട്രെയിൻ ആയിരുന്നു. അത് എവിടം വരെ ആയിരുന്നു? തിരുവനന്തപുരം വരെ, കാസർഗോഡ് വരെ. എന്നാൽ 2016 ഞങ്ങൾ അധികാരത്തിലേറ്റപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി അധികാരമേറ്റ ഒരു മാസത്തിനുള്ളിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല കാസർഗോഡ് പത്രസമ്മേളനം നടത്തി. എന്താ അദ്ദേഹം പറഞ്ഞത്? ഒരു അവികസിത ജില്ലയായ കാസർഗോഡിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഈ കേരയിൽ പദ്ധതി മംഗലാപുരത്തേക്ക് നീട്ടണമെന്ന് പറഞ്ഞു. ഇതിനെ പിന്തുണച്ചവരാണ് അവരിപ്പോൾ വന്നിരിക്കുന്നു കേരളത്തിൽ. അതാണ് ഇതാണ്. ലോകത്തിൽ എവിടെയെല്ലാം ഉണ്ട് ഈ പദ്ധതികൾ. ഇന്ത്യയിൽ തന്നെ 18 സംസ്ഥാനങ്ങളിൽ 18 സിൽവർ ലൈൻ പദ്ധതികളുണ്ട്. അതിൽ 4 കടന്നു പോകുന്നത് 100% പരിസ്ഥിതി ലോല പ്രദേശം കൂടെയാണ്. ഇനി എന്തിനധികം അനുജ? ലോകത്തിൽ ആദ്യമായിട്ട് ഈ റെയിൽ പദ്ധതി ഹൈസ്പീഡ് ബുള്ളറ്റ് ട്രെയിൻ വന്നത് എവിടാ? അത് ജപ്പാനിലാണ്. 1964 ടോക്കിയോയിൽ നിന്നും ലോകത്തിൽ ഇന്നു വരെയുള്ള ഏറ്റവും കൂടുതൽ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളായ അതീവ പരിസ്ഥിതി ലോല പ്രദേശമായ യുനെസ്കോയുടെ പട്ടികയിലുള്ള ഈ പറയുന്ന ടോക്കിയോയിൽ നിന്നും ഒസാക്കയിലേക്കുള്ള ട്രെയിൻ ആയിരുന്നു. ഇന്നും അത് ഓടുന്നുണ്ട്. പക്ഷെ കേരളത്തിലാണ് താരതമ്യേന പരിസ്ഥിതി സുരക്ഷിതമായിട്ടുള്ള പദ്ധതി. ഈ 19 രണ്ടാമത്തെ കാര്യം, 160 കിലോമീറ്റർ ഇത് വയലേലിലൂടെ പോകുന്നത്. അവിടെ എലിവേറ്റർ പാതയാണ്. ശരി, അതിലേക്കൊക്കെ വരാം. ഇപ്പോൾ ഒരു കാര്യം കൂടി ഇതിൽ ശ്രീ റെജി ലൂക്കോസ്, ഈ വിഷയം സിൽവർ ലൈൻ പദ്ധതിയോടുള്ള എതിർപ്പ് ഇത് ലോക്സഭയിൽ കെ മുരളീധരൻ MP ഒരിക്കൽ ഉന്നയിച്ചതാണ്. അന്ന് റെയിൽവേ സഹമന്ത്രി നൽകിയ മറുപടി ഈ പദ്ധതിക്ക് കേന്ദ്രം അനുമതി നൽകിയിട്ടില്ല, അതിന്റെ സാമ്പത്തിക സാങ്കേതിക വിവരങ്ങൾ വശങ്ങൾ പരിശോധിച്ച് അത് വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ കേന്ദ്രം ഈ പദ്ധതിക്ക് അനുമതി നൽകുകയുള്ളൂ എന്നാണ് ലോക്സഭയിൽ അദ്ദേഹത്തിന്റെ വിശദീകരണം. പിന്നീട് നമ്മുടെ മന്ത്രി V അബ്ദുറഹ്മാൻ പറഞ്ഞ കാര്യം, കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ചില കാര്യങ്ങളിലൊക്കെ വിശദീകരണം തേടിയിട്ടുണ്ട്. അതിന്റെ സാമ്പത്തിക സാങ്കേതിക കാര്യങ്ങൾ അതിന്മേലൊക്കെ കൃത്യമായ വിശദീകരണം ഞങ്ങൾ നൽകും എന്നുള്ളതാണ്. അദ്ദേഹവും ഇങ്ങനെ ഒരു ചില ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. അതായത് കേന്ദ്രത്തിന് ഇക്കാര്യത്തിൽ അത്രയ്ക്ക് പോസിറ്റീവായൊരു നിലപാടല്ല എന്ന തരത്തിലേക്കാണ് രേഖകളുണ്ട്. ലോക്സഭയിൽ അദ്ദേഹം നടത്തിയ പരാമർശം, കേന്ദ്ര റെയിൽവേ സഹമന്ത്രി നടത്തിയ മറുപടിയുണ്ട്, കൂടാതെ നമ്മുടെ മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞ കാര്യവും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്നത്. ഇതൊക്കെ തീർച്ചയായും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് തന്നെയാണല്ലോ. അത് അനുജ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് BJPയുടെ ചില നേതാക്കന്മാരും BJP അല്ല, ഈ ലോക്സഭയിൽ നടന്ന മറുപടിയൊന്നും ആരെങ്കിലും വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, അതൊക്കെ രേഖകളിലുള്ളതാണ്. മറ്റൊന്ന് മന്ത്രി V അബ്ദുറഹ്മാൻ പറഞ്ഞ കാര്യം, അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെയാണ്. അശ്വിനി വൈഷ്ണവ് ചില കാര്യങ്ങളിലൊക്കെ വ്യക്തത തേടിയിട്ടുണ്ട്, അതിനുശേഷം നമ്മളത് വിശദീകരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നീട് അങ്ങനെ ഒരു വിശദീകരണം ഉണ്ടായോ എന്ന് നമുക്കറിയില്ല. അല്ല, വളരെ നല്ല ചോദ്യമാണ്. ഒരു വലിയ സംശയമാണ് ഇതിലൂടെ ദൂരീകരിക്കാനായിട്ട് ഇടം നൽകുന്നത്. അതായത് ഒന്ന് ആവർത്തിക്കട്ടെ, ഒരു അന്തിമ അനുമതിയല്ല കേന്ദ്ര റെയിൽവേ ബോർഡ് നൽകിയിരിക്കുന്നത്. ഒരു അന്തിമ അനുമതി കേരളത്തിൽ ഇന്ത്യയിലെ മറ്റ് 18 സിൽവർ ലൈനും കേന്ദ്ര റെയിൽവേ കൊടുത്തിട്ടില്ല. അതൊരു പ്രൊസീജിയറാണ്, അതൊരു പ്രോസസിംഗ് ആണ്. താൽക്കാലികമായിട്ട് അനുമതി, അതായത് ഗോ ഹെഡ്, മുന്നോട്ട് പോകാനുള്ള അനുമതിയാണ് കേന്ദ്ര റെയിൽവേ ബോർഡ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി അത് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് കൂടിക്കാഴ്ചയിൽ പോലും ആവർത്തിച്ചിട്ടുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് ചിന്തയിൽ എഴുതിയിരിക്കുന്നത്. നമ്മൾ വായിച്ച ലേഖനത്തിലൂടെ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു, റെയിൽവേ കേന്ദ്രത്തിന്റെ അനുമതിയോടുകൂടിയാണ്. കേന്ദ്രത്തിന്റെ അനുമതി ഇല്ലാതെ കൊണ്ട് കേന്ദ്രവുമായിട്ട് പങ്കാളിയായിട്ടുള്ള
ഒരു ഫെഡറൽ സംവിധാനത്തിലോ സംസ്ഥാനത്തില് ഇതിന്റെ പ്രാഥമിക ചുവടുവെപ്പ് പോലും നടത്താൻ പറ്റിയില്ല. അതറിയാനായിട്ട് പ്രത്യേകിച്ച് ഒരു അറിവിന്റെ ആവശ്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലേ. അതിനെയാണ് ഇവർ വക്രീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ലാതെ കണ്ട് ധിക്കാരപൂർവ്വം ഒരു സ്വതന്ത്ര സംസ്ഥാനമാണെന്നുള്ള വ്യാജനെ ഇപ്പോൾ ഈ റെയിൽവേ സഹമന്ത്രി റാവു സാഹേബ് ധാൻവെ പറഞ്ഞ കാര്യം കൃത്യമായി അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്നതുകൂടി ഈ ഘട്ടത്തിൽ ഞാൻ താങ്കളെ അറിയിക്കാം. സിൽവർ ലൈൻ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടില്ല. പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല. സാങ്കേതിക സാമ്പത്തിക സാധ്യത പരിശോധിച്ചേ പദ്ധതി നടപ്പാക്കൂ. ഇതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ പ്രാഥമിക കാര്യമാണ്, ഇതിന്റെ ഒരു നടപടിക്രമമാണ് എന്നൊക്കെ താങ്കൾ പറയുമ്പോൾ ഇതിന്ന് കോടതിയാണ് ശ്രീ റെജി ലൂക്കോസ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതും രൂക്ഷമായി കേന്ദ്രത്തെ വിമർശിച്ചതും കേന്ദ്രത്തിന്റെ നിലപാട് എന്ത് എന്ന് ചോദിച്ചതും. അത് സുവ്യക്തമാണ് എന്നുണ്ടെങ്കിൽ അത് കോടതിക്ക് ബോധ്യപ്പെടേണ്ടതാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, താൽക്കാലികമായിട്ടുള്ള അനുമതിയാണ് കേന്ദ്ര റെയിൽവേ ബോർഡിന് കൊടുത്തിരിക്കുന്നത്. താൽക്കാലിക അനുമതി എന്ന് പറയുന്നത് അന്തിമ അനുമതിയല്ല. സ്വാഭാവികമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായിട്ടുള്ള റെയിൽവേ സഹമന്ത്രി റെയിൽവേ മന്ത്രിയും ഇതിനകത്തെ സാങ്കേതികപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ലോക്സഭയിൽ ചോദ്യത്തിന് കെ മുരളീധരന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിന് വേണ്ടി മാത്രമല്ല, 18 സിൽവർ ലൈനിന് വേണ്ടിയിട്ടും അദ്ദേഹത്തിന് മറുപടി ഉണ്ട്. എന്നേലുണ്ട് അതിന് കോപ്പികൾ കംപ്ലീറ്റ്. ഇതിനെയൊക്കെ വെച്ചുകൊണ്ട് കേന്ദ്രത്തിനെ ധിക്കരിച്ചുകൊണ്ട് ഇവിടെ സർവേ നടത്തിയെന്നും ഇത് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നൊക്കെയുള്ള ഈ പ്രതിപക്ഷ വ്യാഖ്യാനങ്ങൾ, ഈ പരിസ്ഥിതിവാദികളുടെ പരിസ്ഥിതിവാദികൾ കേരളത്തിന്റെ ശാശ്വതമായി കേരളത്തിൽ തകർന്നു കൊണ്ട് നടക്കുന്ന കുറെ ആളുകളല്ല. അവർക്കൊരു മറുപടി പോലും അറിയില്ല. അവർക്കറിയാലോ, അവര് മുൻകൈ എടുത്തുകൊണ്ട് നടത്തിയ സമരമാണ് വയൽക്കിളികൾ, തളിപ്പുറത്ത് ബൈപ്പാസിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ. ഇപ്പൊ അവരെവിടെയാ 96% പണി പൂർത്തീകരിച്ചു. അതുപോലെ തന്നെയാണ് കൂടംകുളം പദ്ധതി, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഒക്കെ ഇവരുടെ പിന്നിലുള്ള മാഫിയെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ തൊഴിലെടുത്ത് ജീവിക്കുന്നതിന് പകരം സഞ്ചി തൂക്കിക്കൊണ്ട് ഇത്തരം കുറെ ആളുകൾ കേരളത്തെ പുറകോട്ടടിക്കാൻ നടപ്പുണ്ട്. ശരി, ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ എൻ കെ ശശികുമാർ, ഇപ്പോൾ ഇതിൽ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ മുഖ്യമന്ത്രി പറയുന്നത് ഇതിന് കേന്ദ്ര അനുമതി ഉണ്ട് എന്നതാണ്. ഇതിനു മുൻപ് നമുക്കറിയാം കോടതിയിൽ റെയിൽവേ പറഞ്ഞിട്ടുണ്ട് 2013 നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ട് പോകാം എന്നൊരു കാര്യം റെയിൽവേയുടെ അഭിഭാഷകൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കോടതി ഇന്ന് ചോദിച്ചിരിക്കുകയാണ് കേന്ദ്രത്തിന്റെ ഇക്കാര്യത്തിലെ നിലപാട് എന്ത് എന്നത്. മറ്റൊന്ന്, റെയിൽവേക്കും കേന്ദ്രത്തിനും വേണ്ടി ഒരേ അഭിഭാഷകൻ ഹാജരാകുന്നു. ഭിന്ന താല്പര്യങ്ങളുണ്ട്, ഇതിലൊക്കെ ദുരൂഹതയുണ്ട്. എന്തുകൊണ്ട് കോടതിക്ക് ഇങ്ങനെ ഒരു സംശയം വരുന്നു? അല്ല, ഇതില് യാതൊരു സംശയത്തിനും ഇട നൽകുന്ന വസ്തുത അല്ല കേന്ദ്രത്തിൻ്റെത്. ഇവിടെ ഈ ഇടതുപക്ഷ ഗവൺമെന്റ്, പിണറായി വിജയന്റെ ഗവൺമെന്റ് ഈ കേരള വിഷയത്തില് ജനങ്ങളുടെ മുന്നിലും മറച്ചു വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ജനങ്ങളോട് സത്യം പറയുന്നതിലോ അവരുടെ വിശ്വാസ്യത ഏറ്റെടുക്കുന്നതിലോ യാതൊരു താല്പര്യവുമില്ലാതെ ഒരു പദ്ധതി നടപ്പിലാക്കാൻ, വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പദ്ധതി നടപ്പിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കോടതിയിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ പിണറായി വിജയന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകര് കൊടുക്കുന്ന വിവരങ്ങളും എല്ലാം. എന്താണ് കേന്ദ്രം ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത്? കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമാണ്. ഈ വിഷയത്തില് കേന്ദ്രത്തിന്റെ അനുമതി കൊടുത്തിട്ടില്ല. സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി കേന്ദ്ര അനുമതി കൊടുത്തിട്ടില്ല. മാത്രവുമല്ല, ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട കേരളം സമർപ്പിച്ചപ്പോൾ അതിന്റെ ഭൂമി ഏറ്റെടുക്കുന്നതിന് അല്ലെങ്കിൽ അത് ആദ്യത്തെ പരിഗണന എന്നുള്ള നിലയിൽ ഭൂമി ഏറ്റെടുക്കാനുള്ള അപേക്ഷ കൊടുക്കുന്നു. ഭൂമി ഏറ്റെടുക്കുന്നതിന് എന്താ വിരോധം? ഒരു പദ്ധതി നടപ്പിലാക്കാൻ ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ അത് ഏത് പദ്ധതിയാണ്, ഏത് തരത്തിലുള്ള സ്വഭാവമുള്ളതാണ്, എങ്ങനെയാണ് അത് ഉപയോഗിക്കപ്പെടുക, ഇതൊന്നും സമർപ്പിക്കാതെ ജനങ്ങളുടെ മുന്നിൽ ശുദ്ധ അസംബന്ധവും ശുദ്ധ നുണയും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പദ്ധതി നടപ്പിലാക്കുവാനുള്ള ഇടതുപക്ഷത്തിൽ, അങ്ങനെയെങ്കിൽ താങ്കൾ പറയുന്നത് അത്തരത്തിലേക്കാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ റെയിൽവേ പറഞ്ഞതുപോലെ ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ട് പോകാമെന്നൊക്കെ പറയുന്നത് അതിന്റെ ഒരു പ്രാഥമിക നടപടിക്രമം മാത്രമാണ് എന്നത് താങ്കൾ പറയുന്നത് മുഖവിലേക്കെടുത്താൽ എന്തുകൊണ്ടാണ് കോടതി ഈ കേസ് പരിഗണിച്ച ഒരു ഘട്ടത്തിൽ പോലും കേന്ദ്രം ഇപ്പോൾ താങ്കൾ പറയുന്നത് പോലെ ഒരു നിലപാട് അറിയിക്കാത്തത് കോടതിയെ? അതുകൊണ്ടാണല്ലോ ഇന്നിപ്പോൾ കോടതി ആ ചോദ്യം ചോദിച്ചത്. കോടതി ഇരുട്ടിൽ നിർത്തുകയാണ് കേന്ദ്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനുജ നിങ്ങൾ നോക്കൂ, അതായത് ഒരു പദ്ധതി കേന്ദ്രം അനുമതി കൊടുത്തു എന്നും വ്യാജ പ്രചരണം നടത്തി ചിന്തയില് ലേഖനം എഴുതുന്ന പിണറായി വിജയൻ അടിസ്ഥാനത്തിൽ എഴുതിയത് കേന്ദ്ര റെയിൽവേ മന്ത്രി ലോക്സഭയിൽ പറഞ്ഞ മറുപടി വളരെ വ്യക്തമല്ലേ? അത് വെറുതെ ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി അല്ലെങ്കിൽ പിണറായി വിജയന്റെ കൂട്ട് ചിന്തയിലോ അല്ലെങ്കിൽ പൊതുയോഗത്തിലോ ഒന്ന് പ്രസംഗിച്ചതല്ലോ. പാർലമെന്റില് കേന്ദ്ര റെയിൽവേ മന്ത്രി കൊടുത്ത ഈ കേരള സിൽവർ ലൈൻ വിഷയത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി പറഞ്ഞ സത്യവാങ്മൂലം അല്ലെങ്കിൽ ആ
പ്രഖ്യാപിച്ച നയം എന്താ? അപ്പൊ ആ നയത്തിന് വിരുദ്ധമായിട്ടാണോ ഇവിടെ കേരളം പ്രവർത്തിക്കുന്നത്? കേരളത്തിൽ എന്താ നടക്കുന്നത്? കേരളത്തിൽ ശുദ്ധ തട്ടിപ്പാണ് നടക്കുന്നത്. പിണറായി വിജയൻ ഞാൻ ചോദിച്ച ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണ് ശ്രീ ശശികുമാർ, ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു. അതായത് എന്തുകൊണ്ട് കോടതിയെ നിങ്ങൾ ഈ കാര്യം അറിയിക്കുന്നില്ല? കേന്ദ്രം എന്തുകൊണ്ട് കോടതിയെ ഈ കാര്യം അറിയിക്കുന്നില്ല? കേന്ദ്രത്തിന്റെ അനുമതി ഇല്ല ഈ പദ്ധതിക്ക് എന്നൊരു വാചകം പറയാമല്ലോ. എന്തുകൊണ്ട് അത് ഉണ്ടാകുന്നില്ല? ഇന്ന് കോടതിയിൽ കേരളത്തിന് വേണ്ടി ഹാജരായ വക്കീലല്ലേ പറഞ്ഞത് അനുമതി ഉണ്ട് എന്നുള്ള തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചത്. അപ്പോഴല്ലേ കോടതി ചോദിച്ചത് കേന്ദ്രം ഉരുണ്ട് കളിക്കുന്നതാണോ, കേന്ദ്രത്തിന്റെ നിലപാട് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. കേന്ദ്രം ഇവിടെ കേന്ദ്രത്തിന് ഒരു അഭിഭാഷകനില്ല, കേന്ദ്രത്തിന് മാത്രമായ ഒരു അഭിഭാഷകനില്ല. കേന്ദ്രത്തിനും റെയിൽവേക്കും ഒരേ ഒരു അഭിഭാഷകനാണുള്ളത്. ഇതൊക്കെയാണല്ലോ ഇന്നിപ്പോൾ കോടതി വിമർശനം ഉന്നയിച്ച മറ്റൊരു കാര്യം. ഭിന്ന താല്പര്യങ്ങളാണുള്ളത്. ഇത് ഒരേ ഒരു അഭിഭാഷകനെ വെച്ചുകൊണ്ട്, അതുകൊണ്ട് പ്രത്യേകമായി തന്നെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അടുത്ത ദിവസം വന്ന് കോടതിയിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് കോടതിക്ക് പറയേണ്ടി വരുന്നത് ഏത് സാഹചര്യത്തിലാണ്? അല്ല അനുജ, അത് തീർച്ചയായും കോടതിക്ക് ഇങ്ങനെ പറയേണ്ടി വരും. കാരണം കേരളത്തിലെ ഗവൺമെന്റ് ഹൈക്കോടതിയിൽ ഇന്ന് പറഞ്ഞ വാദങ്ങളൊക്കെയും അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണല്ലോ ഹൈക്കോടതി ഇങ്ങനെ ഒരു നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ അല്ലെങ്കിൽ അതിന് അഭിഭാഷകർ വന്ന് അക്കാര്യത്തിൽ വിശദമായി സത്യവാങ്മൂലം കൊടുക്കും. കാരണം കേന്ദ്രം ഒരു കാരണവശാലും ഈ പദ്ധതിക്ക് അനുമതി കൊടുത്തിട്ടില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ അനുമതി കൊടുക്കാത്ത ഒരു പദ്ധതിക്ക് വേണ്ടി ഇന്ന് കോടതിയിൽ ഇവര് വേറൊരു തരത്തിലുള്ള നയം എടുത്തപ്പോഴാണ് ഹൈക്കോടതിക്ക് ആ തരത്തിലുള്ള ചോദ്യം ചോദിക്കേണ്ടി വന്നത്. ഇങ്ങനെ പദ്ധതികളുടെ കാര്യത്തിൽ പല തരത്തിലുള്ള പ്രതിസന്ധികൾ കോടതികളിലും അല്ലെങ്കിൽ നിയമപരമായിട്ടൊക്കെ ഉണ്ടാകാറുണ്ട്. അത് ചിലപ്പോൾ എതിർ സത്യവാങ്മൂലങ്ങളോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റുകൾ കൊടുക്കുന്ന അഫിഡവിറ്റുകളോ ഒക്കെ അടിസ്ഥാനമാക്കി പലപ്പോഴും സംശയങ്ങളും ചോദ്യങ്ങളും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് സ്വാഭാവികമാണ്. അതുപോലെയുള്ള അടിസ്ഥാനത്തിൽ മാത്രമാണ് അത്തരത്തിലൊരു ചോദ്യം ഹൈക്കോടതി കൊടുത്തത്. തീർച്ചയായിട്ടും സിൽവർ ലൈൻ വിഷയത്തിൽ കേന്ദ്രം വ്യക്തമായ സത്യവാങ്മൂലം കൊടുക്കാൻ തയ്യാറാണ്. സിൽവർ ലൈൻ അനുമതി കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത് വലിയ അഴിമതിക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്, അല്ലാതെ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതിയല്ല എന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും മൂടി വെച്ചുകൊണ്ട് നിഗൂഢമായ ഒരു പദ്ധതിക്ക് വേണ്ടിയാണ് പിണറായി വിജയനും ഇടതുപക്ഷവും ശ്രമിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണല്ലോ. അപ്പൊ പിന്നെ അതിനെതിരെ നിലപാടുകൾ സ്വീകരിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ്. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാതെ ഒരു ഗൂഗിൾ സർവേ ഉപയോഗിച്ചുകൊണ്ട് ഒരു പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാരിനെ എന്ത് പേരിട്ട് വിളിക്കണം? ജനങ്ങളോട് പറയാതെ, അതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ, അതിനു വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാതെ, കുടിയിറക്കപ്പെടുന്നവരുടെ കാര്യങ്ങൾ പരിഗണിക്കാതെ, അതിന്റെ അപ്രോച്ച് റോഡുകളുടെ കാര്യങ്ങൾ പരിശോധിക്കാതെ, അതിന്റെ അണ്ടർഗ്രൗണ്ട് വേയുടെ കാര്യങ്ങൾ പരിശോധിക്കാതെ, മേൽപ്പാലങ്ങളുടെ കാര്യങ്ങൾ പരിശോധിക്കാതെ, കിലോമീറ്ററുകൾ കണക്കുന്ന നെൽവയലുകളും തണ്ണീർത്തടങ്ങളും 145 കിലോമീറ്റർ നീളത്തിലുള്ള നെൽവയലും തണ്ണീർത്തടങ്ങളും ഇതിനുവേണ്ടി ഉപയോഗിക്കുകയും മറ്റ് പരിസ്ഥിതി ആഘാതം ഉള്ള പ്രദേശങ്ങൾ ഏറ്റെടുത്ത് തുരങ്കം നിർമ്മിക്കുവാനും ഇപ്പൊ കണ്ണൂരിൽ പോലും ഇപ്പോഴാണ് പരിസ്ഥിതി ആഘാത പഠനം പോലും നടത്താൻ ഈ ഗവൺമെന്റ് ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പേ പദ്ധതിക്ക് കല്ലിടുക. ആ കല്ല് പിഴുതെറിയാതെ എന്ത് ചെയ്യും? ജനങ്ങളോട് പറയാതെ, ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാതെ, ഇതെന്തിനു വേണ്ടി, ആർക്കു വേണ്ടി എന്നുള്ള ചോദ്യങ്ങൾക്ക് ഒക്കെ മറുപടി കൊടുക്കണം കേന്ദ്രത്തിന്. ഇപ്പൊ മെട്രോയുടെ കാര്യത്തിലായാലും കേന്ദ്രം പുതിയ നയം രൂപീകരിച്ചു കഴിഞ്ഞു. ചെറിയ ചെറിയ സിറ്റികളിൽ മെട്രോ എന്നുള്ള ആ നയം തന്നെ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. കാരണം മെട്രോകൾ പലതും നഷ്ടത്തിലേക്ക് പോകുന്നു. അപ്പൊ അതുകൊണ്ട് ഈ സിൽവർ ലൈനിന്റെ കാര്യത്തിലും വെറുതെ പിണറായി വിജയനും ഇടതുപക്ഷ മുന്നണിയും കൂടി ഒരു സുപ്രഭാതത്തിൽ പ്രഖ്യാപിച്ചാൽ നടപ്പിലാക്കാൻ സാധിക്കുന്നതാണോ? കോടിക്കണക്കിന് രൂപ വരുന്ന ഈ പ്രോജക്ട്, ലക്ഷക്കണക്കിന് കോടി രൂപ വരുന്ന ഈ പ്രോജക്ട് ഒരു സുപ്രഭാതത്തിൽ അങ്ങ് തീരുമാനം നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യമാണോ അനുജാത്? ശരി, ഞാൻ താങ്കളിലേക്ക് എത്താം. ശരണ്യയിലേക്ക് പോവുകയാണ് ഞാൻ. ശ്രീമതി ശരണ്യ രാജ്, ഇന്നിപ്പോൾ കോടതി പറഞ്ഞ ഒരു കാര്യം, ഇത് വെല്ലുവിളിച്ചോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ ഒന്നുമല്ല ഇത്തരം പരിപാടി നടപ്പാക്കേണ്ടത് എന്നാണ്. പക്ഷെ അതേസമയം തന്നെ ഇങ്ങനെയൊക്കെയുള്ള പദ്ധതികൾ സമയമെടുത്ത് നടപ്പാക്കാം എന്ന തരത്തിലേക്കുള്ള പരാമർശവും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയും വെല്ലുവിളിച്ചുമൊക്കെയാണോ സർക്കാർ ഈ പദ്ധതി നടപ്പാക്കുന്നത്? നിങ്ങളുടെ പ്രതിഷേധവും അവിടെ തന്നെയാണോ? സമരസമിതി മുന്നോട്ട് വെക്കുന്നത്, സമരസമിതി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഈ പദ്ധതി കേരളത്തിന് യോജിച്ചതല്ല, അതുകൊണ്ട് എത്രയും വേഗം ഇത് പിൻവലിക്കുക എന്നുള്ളതാണ്. സമരസമിതിയുടെ ഏക ഡിമാൻഡും അതുതന്നെയാണ്. പിന്നീട് നമ്മൾ ചർച്ചയിലാണ് ഇത് ഇവർ സർക്കാർ അല്ലെങ്കിൽ KRDCL ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് കല്ലിടലും മറ്റ് സംഗതികളും വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു, വ്യക്തമായ അനുമതി ഇല്ലാത്തൊരു പദ്ധതിയാണിത്. പ്രാഥമിക അനുമതി നൽകിയിരുന്നത് എലിവേറ്റഡ് പാതയ്ക്കാണ്. അപ്പോൾ ഇതൊരു അനുമതി ഇല്ലാത്ത പദ്ധതിയാണ്.
അതുകൊണ്ട് ഇതിന് കല്ലിടാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. ആവശ്യമായ പഠനങ്ങൾ നടത്തിയിട്ടില്ല, ഇതിൻ്റെ വിവരങ്ങൾ പൊതുസമൂഹത്തെ അറിയിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങളിങ്ങനെ ധൃതി പിടിച്ചു വന്ന് കല്ലിടരുതെന്ന് പറഞ്ഞു. നമ്മൾ പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അതിക്രമം കാട്ടിക്കൊണ്ട് മതിൽ ചാടിക്കൊണ്ട് വന്ന് കല്ലിടുന്നത്, രാത്രിയിൽ കല്ലിടുന്നത്, ഇത്തരം പരിപാടികളുമായിട്ട് രംഗത്തിറങ്ങി. എന്ന് പറഞ്ഞാൽ കയ്യൂക്ക് കാണിച്ചുകൊണ്ട്, അധികാരത്തിൻ്റെ മുഷ്ക് കാണിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മേൽ ജനങ്ങളെ പരിഭ്രാന്തരാക്കിക്കൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ട് ഒരു പദ്ധതി നടപ്പിലാക്കാനുള്ള ശ്രമം. അപ്പോഴാണ് ചെറുത്തുനിൽപ്പ് അതിൻ്റെ പാരമ്യതയിലേക്ക് എത്തുന്നതും പ്രതിഷേധം അണപൊട്ടി ഒഴുകുന്നതും നമ്മൾ കണ്ടത്. അവിടെ വീട്ടമ്മമാരുൾപ്പെടെ മുഴുവൻ ജനങ്ങളും, സാധാരണക്കാരായ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് കണ്ടത്. ഇവർ പറയുന്നു ആശങ്കപ്പെടുത്തുകയാണ്, ഭയപ്പെടുത്തുകയാണ്, തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന്. ഇപ്പോൾ ഈ കോടതി പരാമർശത്തോടെ വ്യക്തമായില്ലേ, സമരസമിതി പറഞ്ഞുകൊണ്ടിരുന്നതാണ് വസ്തുതകൾ. ഇതിന് കൃത്യമായ അനുമതി ഉണ്ടോ എന്ന് കേന്ദ്ര സർക്കാരിനോട് കോടതി വീണ്ടും ചോദിക്കേണ്ടി വന്നത് അതുകൊണ്ടാണ്. ഇങ്ങനെ ഭയപ്പെടുത്തി അല്ല ഒരു പദ്ധതി നടപ്പിലാക്കേണ്ടതെന്ന് കോടതി നിരീക്ഷിക്കേണ്ടി വന്നത് അതുകൊണ്ടാണ്. സമരസമിതി ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത്. വീണ്ടും പറയുകയാണ്, ഈ പദ്ധതി പഠനങ്ങൾ നടത്തി നോക്കൂ, നിങ്ങൾ തുറന്ന മനസ്സോടെ പരിശോധിച്ചു നോക്കൂ. ഇത്രയും പരിസ്ഥിതി ലോലമായ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കി ഈ നമ്മുടെ ഈ പുറത്തു വന്നിട്ടുള്ള, ഇവർ പുറത്തു വിട്ടതല്ല, ലീക്ക് ചെയ്ത് പുറത്തു വന്നിട്ടുള്ള DPRന്റെ ഭാഗങ്ങൾ, ഇത്തരം എക്സിക്യൂട്ടീവ് സമ്മറി, ഇതിലൊക്കെ നമ്മൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും കേരളത്തിന്റെ മനോഹാരിതയെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് ആദ്യം. അപ്പൊ ഇത്രയും മനോഹരമായ കേരളത്തിൽ വരുന്ന ടൂറിസ്റ്റുകളെ കുറിച്ചാണ് റിപ്പോർട്ടുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. അവരുടെ യാത്രകളെ കുറിച്ച് പറയുന്നു. ഇതെല്ലാം നശിപ്പിക്കുന്ന ഒരു പദ്ധതി തയ്യാറാക്കൽ എങ്ങനെയാണ് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരിക? എങ്ങനെയാണ് പിന്നെ കേരളം ഉണ്ടാവുക? കേരളത്തിലേക്ക് വരുന്നത് ഈ കുന്നും മലകളും വയലും ഒക്കെ നിറഞ്ഞ കേരളം കാണാനല്ലേ? അപ്പോൾ അതാണ് കേരളം. ആ കേരളത്തെ നശിപ്പിക്കുന്ന ഒരു പദ്ധതി തയ്യാറാക്കിയത് ഇതുമായി മുന്നോട്ട് പോകുന്നത് അങ്ങേയറ്റം കേരളത്തോട് ചെയ്യുന്ന ദ്രോഹമാണ്. അതുകൊണ്ട് സമരസമിതി ഈ കോടതി പരാമർശങ്ങൾ എന്ന് പറയുന്നത് സമരസമിതിയുടെ വിജയമാണ്, ഈ സമരത്തിന്റെ വിജയമാണ്. ലക്ഷക്കണക്കായി മുഖ്യമന്ത്രിയുടെ വിശദീകരണം ഇതിനു മുൻപും അദ്ദേഹം പലവട്ടം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, ചില പോയിന്റുകളുണ്ട്. ഇന്നിപ്പോൾ ചിന്തയിൽ എഴുതിയ ലേഖനത്തിലും അദ്ദേഹം പറയുന്നുണ്ട്, വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഇതിന്റെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ ഇതിനു മുൻപും വിശദീകരിച്ചതാണ്. ഇത്തരത്തിലേക്കാണ് ഗ്രാമപ്രദേശങ്ങളിലും ഒപ്പം തന്നെ നഗരങ്ങളിലും ഒക്കെ ഉള്ളവർക്ക് നഷ്ടപരിഹാരം നൽകുക എന്നത് പറഞ്ഞു. അങ്ങനെ ഒരു ആശങ്കയുടെ ആവശ്യമേ ഇല്ല. വീട് നഷ്ടപ്പെട്ടവർക്ക്, ഭൂമി മാത്രം നഷ്ടപ്പെടുന്നവർക്ക്, വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നവർക്ക്, ഇവർക്കൊക്കെയുള്ള പ്രത്യേകമുള്ള പാക്കേജുകൾ അതൊക്കെ അദ്ദേഹം ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ താങ്കൾ പറഞ്ഞ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ ജനവാസം കുറഞ്ഞ പ്രദേശങ്ങളിലൂടെയാണ് പാതയുടെ ഭൂരിഭാഗവും കടന്നു പോകുന്നത്. 115 കിലോമീറ്റർ പാടശേഖരങ്ങളിൽ 88 കിലോമീറ്റർ ആകാശപാതയിലൂടെ കടന്നു പോകുന്നു. ജലാശയങ്ങൾ, തണ്ണീർത്തടങ്ങൾ ഇവ സംരക്ഷിക്കാൻ പാലങ്ങളും കൺവേർട്ടറുകളും ഇതിനായി നിർമ്മിക്കുന്നുണ്ട്. ഇത്തരത്തിലേക്കൊക്കെയുള്ള കാര്യങ്ങൾ, ഇത് പരിസ്ഥിതി ലോല മേഖലയിലൂടെ കടന്നു പോകുന്ന ഒന്നല്ല എന്ന് കൃത്യമായി തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് അതിനെ മുഖവിലക്കെടുക്കാൻ തയ്യാറാകുന്നില്ല? ആദ്യം ചോദിച്ച നഷ്ടപരിഹാരത്തെ പറ്റി പറഞ്ഞാൽ, കേരളത്തിൽ എവിടെയും സമരസമിതി നഷ്ടപരിഹാരം എന്നൊരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചിട്ടില്ല. പിന്നെ ഇതിൻ്റെ സമരസമിതി ഈ നമ്മുടെ സിൽവർ ലൈൻ വിരുദ്ധ പ്രതിഷേധം അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ തന്നെ സമരസമിതി മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, മൂലംപിള്ളി പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് പോലും ഇത്രയും സർക്കാരുകൾ മാറി മാറി വന്നിട്ട് നടപ്പിലാക്കാൻ പറ്റാതെ പോയി ഇന്നും തെരുവിൽ കഴിയുന്ന ജനങ്ങൾ. ഏറ്റവും അവസാനം നമ്മുടെ കൂട്ടിക്കലിൽ പ്രളയമുണ്ടായപ്പോൾ അവിടെ ഉരുൾപൊട്ടലുണ്ടായി വീണ കല്ലും മണ്ണും നീക്കാൻ പോലും നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ. ഇങ്ങനെ ജനങ്ങൾ ദുരിതത്തിലായിരിക്കുന്ന, നിലവിൽ തന്നെ ജനങ്ങൾ അങ്ങേയറ്റം ദുരിതത്തിലായിരിക്കുന്ന അവസരങ്ങളിൽ അവിടെ പോലും പോകാൻ തയ്യാറാകാത്ത സർക്കാർ ഇവിടെ ജനങ്ങളെ പുനരധിവസിപ്പിക്കുമെന്നും നഷ്ടപരിഹാരം കൊടുക്കുമെന്നും പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുക? 2004 സുനാമി പുനരധിവാസ പാക്കേജ് ഇന്നും പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇത്തരം പ്രശ്നങ്ങളും കൂടെ ഉയർത്തിക്കൊണ്ടാണ് സമരസമിതി പ്രവർത്തിക്കുന്നത്. മുഴുവൻ ജനങ്ങളുടെയും ആശങ്കകളെ ഉയർത്തിക്കൊണ്ടാണ് സമരസമിതി പ്രവർത്തിക്കുന്നത്. പിന്നീട് ഇപ്പം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു പൊതുയോഗത്തിൽ ജനങ്ങളോട് പ്രഖ്യാപിക്കുമെന്നും ആയിരുന്നില്ല. മുഖ്യമന്ത്രി എന്താണ് ചെയ്തത്? പണ്ട് ജന്മിത്ത കാലത്ത് ജന്മിമാര് നാട്ടിലെ പ്രമാണിമാരെ വിളിച്ചിരുത്തിയിട്ട് ഞാൻ ഈ ദരിദ്രരായവർക്ക് 4 പശുക്കളെ കൊടുക്കും, അതിന്റെ 4 പല്ല് പറിച്ച് മറ്റവർക്ക് കൊടുക്കും എന്നൊക്കെ പറയുന്നത് പോലെ ഒരുമാതിരി നാണം കെട്ട ഇടപാടല്ലേ കാണിച്ച് ജനങ്ങളെ, സാധാരണക്കാരനെ അതിദരിദ്രനെന്നും ദരിദ്രനെന്നും ഒക്കെ പറഞ്ഞ് തരം തിരിച്ചുകൊണ്ട് അവർക്ക് ഞാൻ ഇത്ര വെച്ച് കൊടുക്കുമെന്ന് പ്രമാണിമാരല്ലെങ്കിൽ പൗരപ്രമുഖരെന്ന് ഇവർ തന്നെ പേരിട്ട് വിളിക്കുന്ന ചിലരെ വിളിച്ചിരുത്തി പറയുകയാണ്. ആരോടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതുപോലെ ഈ പൗരപ്രമുഖരെ വിളിച്ചിരുത്തി ഈ പരിപാടി നടത്താനുള്ള ഫണ്ട് എടുക്കുന്നത് എവിടുന്നാ?
ഞാൻ ഉൾപ്പെടുന്ന, നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുന്ന ഈ പൊതുജനങ്ങളുടെ പൈസയല്ലേ. ഇതെടുത്ത് ധൂർത്തടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ലഘുലേഖയുമായിട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സർക്കാർ പ്രഖ്യാപിക്കുന്നത്, അതേസമയം തന്നെ സർക്കാർ ഇത് പ്രഖ്യാപിക്കും, മുഖ്യമന്ത്രി ഇത് പ്രഖ്യാപിച്ചതിന് തൊട്ടടുത്ത ദിവസം സമരസമിതി പ്രവർത്തകൻ കേരയിൽ MD-യുമായി സംസാരിച്ചതിന്റെ ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ടല്ലോ. എന്താണ് പറഞ്ഞത്? ഇങ്ങനെ 4 ഇരട്ടിയൊന്നും കിട്ടത്തില്ല എന്നാണ് പറഞ്ഞത്. കേരളിന്റെ തന്നെ നമ്മുടെ ട്രാഫിക് റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്, കേരളത്തിന്റെ വികസനം ഒരു റിബൺ പോലെയാണ് എന്ന് പറഞ്ഞാൽ നഗരങ്ങൾ റിബൺ പോലെ വികസിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള നഗരത്തിൽ ഗ്രാമപ്രദേശത്തിന്റെ മാനറിസം അല്ലെങ്കിൽ ഗ്രാമപ്രദേശത്തിന്റെ ക്രൈറ്റീരിയ വെച്ച് നഷ്ടപരിഹാരം കണക്കാക്കുന്ന വളരെ ചെറിയ സ്ഥലങ്ങളിൽ മാത്രമാണ്. ഇത്തരം വിഷയങ്ങൾ, ഇത്തരം വൈരുദ്ധ്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. MD പറയുന്നു കിട്ടില്ല, മുഖ്യമന്ത്രി പറയുന്നു കിട്ടും. മുഖ്യമന്ത്രി പറയുന്നു പിന്നെ ആശങ്കപ്പെടുത്തത്തില്ല എന്ന്, ആശങ്കകൾ പരിഹരിച്ച് മുന്നോട്ട് പോകും, പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്ന് പറയുന്ന അതേ സമയത്ത് തിരുവനന്തപുരത്ത് ഈ പൗരപ്രമുഖർ എന്ന് പറയുന്നവരെ വിളിച്ചുകൊണ്ട് ആദ്യത്തെ മീറ്റിംഗ് നടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ മരുതിക്കുന്നെന്ന് പറയുന്ന സ്ഥലത്ത് കല്ലിടാൻ തിരിക്കുക പോലീസിനെയും കൂട്ടി. പോലീസുകാരൻ പറയുകയാണ്, അവിടെ ജനങ്ങളോട് പറയുക, കോടതി ഇത് മാറ്റാൻ പറഞ്ഞാൽ ഞാൻ വന്ന് മാറ്റിത്തരുമെന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരൻ കല്ലിടുക. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഒന്ന് പറയും, ഇപ്പുറത്തൂടെ വേറെ പണി കാണിക്കുകയും ചെയ്യുന്നത്. ജനങ്ങൾ ഇത് മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. പണ്ടായിരുന്നു സർക്കാർ പറയുന്നത് മാത്രം മാധ്യമങ്ങളിലൂടെ വരികയും കേൾക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളുടെ കൂടെ കാലമാണ്. ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സമരസമിതിയുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ, ഫേസ്ബുക്ക് പേജുകളിലൂടെ ലോകം മുഴുവനുള്ള മനുഷ്യർ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പറയുന്ന വാഗ്ദാനങ്ങൾ, ഈ വാദങ്ങൾ, ഇതൊക്കെ പൊള്ളത്തരമാണെന്നും വസ്തുതാവിരുദ്ധമാണെന്നും സമരം പൊളിക്കാനായിട്ട് ഇവർ പല പരിപാടികളും നടത്തുമെന്നും നമ്മുടെ കേരളം അത് കണ്ടിട്ടുള്ളതാ. മുമ്പ് സിയാലിനെതിരെ നടന്ന സമരത്തിൽ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അവിടെ നടന്ന സമരത്തിൽ എന്താണ് സർക്കാർ ചെയ്തതെന്ന് അതിന്റെ MD ആയിരുന്ന ആൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് എന്ത് പ്രചരണം നടത്തിയാലും എന്ത് വാഗ്ദാനങ്ങൾ നൽകിയാലും ഒരാൾ പോലും ഇത് വിശ്വസിച്ചുകൊണ്ട് ഇതിന്റെ പുറകെ പോകുമെന്ന് വിചാരിക്കേണ്ട. അതിന്റെ പേരിൽ ലഘുലേഖ ഇറക്കി വെറുതെ ഞങ്ങളുടെ ബാക്കിയുള്ള പൈസ കൂടി ധൂർത്തടിക്കരുതെന്ന് സർക്കാരിനോട് അപേക്ഷിക്കുകയാണ്. അതാണ് ശ്രീ റെജി ലൂക്കോസ്. ഇപ്പോൾ നമ്മൾ വികസനത്തിനൊന്നും ആരും എതിരല്ല. ഇപ്പോൾ പ്രതിപക്ഷം പറയുന്ന ഒരു കാര്യവും അത് തന്നെയാണ്, വികസനത്തിനെതിരല്ല. പക്ഷെ ഇത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ടല്ലോ എന്നതാണ്. ഇപ്പോൾ ബാധിക്കപ്പെടുന്ന കുറേ ആളുകളുണ്ട്, അവർക്ക് സ്വാഭാവികമായും ആശങ്കയുണ്ടാകും. ഇന്ന് കോടതി പറഞ്ഞതും അത് തന്നെയാണ്. ഇത് ജനങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്തി തിടുക്കം വേണ്ട, ഈ വാക്കാണ് കോടതി ഇന്ന് ഉപയോഗിച്ചത്. തിടുക്കപ്പെട്ട് എന്തിനാണ് ഇതിങ്ങനെ പോകുന്നത് എന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. അങ്ങനെ തിടുക്കം കാണിക്കുന്നുണ്ടോ സർക്കാർ? ഇപ്പോൾ ശരണ്യ ഒട്ടേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് അവരുടെ ആശങ്കകളാണ്. മുഖ്യമന്ത്രി ഒരു ഭാഗത്ത് ഉറപ്പുകൾ നൽകുമ്പോൾ പോലും അതവർ വിശ്വാസത്തിലെടുക്കാൻ തയ്യാറാകുന്നില്ല. അവർക്ക് ഒട്ടേറെ ആശങ്കകളുണ്ട്. മറ്റ് ഇതിനു മുൻപുണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ, മൂലമ്പള്ളി അടക്കമുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവരെങ്ങനെ ഇത് വിശ്വാസത്തിലെടുക്കുമെന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. അനുജ, ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതി ഇന്ന് നടത്തിയ പരാമർശങ്ങൾ മുഴുവൻ പോസിറ്റീവായിട്ട് ആംഗിളിൽ പറഞ്ഞു. അത് വളരെ മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള പരാമർശങ്ങളുള്ള മറുപടി ഞാൻ പിന്നെ പറയാം. അതിനെ ആ അർത്ഥത്തിൽ തന്നെ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ ബഹുമാനപ്പെട്ട BJPയുടെ സുഹൃത്ത് ഇവിടെ അഴിമതിയെ കുറിച്ച് ആരോപിച്ചു. അപ്പൊ എനിക്ക് ചോദിക്കാൻ അദ്ദേഹത്തിനോടൊരു ഒറ്റ ചോദ്യമുള്ളൂ. ഇത് കെയറയിൽ എന്ന് പറയുന്ന സംഭവം കേരള സംസ്ഥാന സർക്കാർ മുഴുവൻ പണവും മുടക്കി സംസ്ഥാനത്തിന്റെ സോവറിൻ പവറോടുകൂടി ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് അല്ല. അത് കേന്ദ്ര റെയിൽവേ ബോർഡിന്റെ നിശ്ചിതമായ ഒരു വിഹിതത്തോടുകൂടി സംയുക്തമായിട്ടാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ അഴിമതി വിഹിതം കേന്ദ്ര റെയിൽവേ വകുപ്പിനും അതുമായിട്ട് ബന്ധപ്പെട്ടവർക്കും കിട്ടുന്നുണ്ടോ? അതേ ഒരു മറുപടി പറയാനായിട്ട് ബാധ്യസ്ഥനാണ്. കാരണം അദ്ദേഹം പറഞ്ഞ ആരോപണത്തിന്റെ ഏറ്റവും വലിയ ബേസ് എന്ന് പറയുന്നത് ഈ തട്ടിപ്പ് ആരോപണമാണെന്ന് പറഞ്ഞത്, അല്ല അഴിമതി പ്രോജക്റ്റ് ആണെന്ന് പറഞ്ഞത്. അപ്പം കേന്ദ്ര സർക്കാർ കേരള സർക്കാരിനോട് സംയുക്തമായിട്ട് നിർമ്മിക്കുന്ന ഈ പ്രോജക്ടിന്റെ അഴിമതി പണത്തിന്റെ വിഹിതം BJPയുടെ കേന്ദ്ര നേതാക്കന്മാർക്കും കേന്ദ്ര റെയിൽവേ ബോർഡിനോ മന്ത്രിക്കോ ഉണ്ടെന്നുള്ളത് അദ്ദേഹം ദയവായിട്ട് മറുപടി വേണം. രണ്ടാമത്തെ കാര്യം, ഞാൻ വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാം. ജനങ്ങൾക്കെല്ലാം ആശങ്കയുണ്ട്. ജനങ്ങളാണ് ഇതിനുള്ള വാക്ക് ദയവായിട്ട് ഉപയോഗിക്കുന്നത്. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ വിദ്യാസമ്പന്നരാണ്. ഇവിടെ ബഹുമാനപ്പെട്ട സഹോദരി ഒരു ആരോപണം ഉന്നയിച്ച് അങ്ങനെയാണ്. ഞാനൊരു കാര്യം പറയാം. എന്റെ നാട്ടിലൂടെയാണ് ഈ കേരളയിൽ പൊക്കൊണ്ടിരിക്കുന്നത്. കോട്ടയം ജില്ലക്കാരിയാണ് അനുജ എന്നാണ് എനിക്കറിയാവുന്ന ഒരു കാര്യം. കോട്ടയം ജില്ലയിൽ അതുകൊണ്ട് ചില പേരുകൾ അനുജിക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ അനുജ് ചോദിക്കുള്ളൂ. കോട്ടയം ജില്ലയിലെ കാണക്കാരി, പട്ടിത്താനം, ബെമ്പള്ളി, അതുപോലെ തന്നെ കടുത്തുരുത്തി പോലെ അങ്ങനെ ആ ഡയറക്ഷനാണ് ഇത് പൊട്ടിക്കുന്നത്. തെക്കോട്ട് ഇതുപോലെ തന്നെ ഏറ്റുമാനൂർ പരിസര പ്രദേശത്തോട് ഇത് പോകുന്നു. എന്റെ നാട്ടിലെ ഈ പറയുന്ന കേരള സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ എതിർക്കുന്ന, അതിനെ കേരളയിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതിഷേധ മീറ്റിംഗ് മിനിഞ്ഞാന്ന്, അതായത് 10-ാം തീയതി കോട്ടയം ജില്ലയിലെ വെമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ട MLAയുടെ നേതൃത്വം നടന്നു. പക്ഷെ ബഹുജനം അത് ബഹിഷ്കരിച്ചു. അതിന്റെ കാരണം എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം വളരെ സിമ്പിൾ ആണ്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഊരും പേരും ഇല്ലാത്ത ഏത് നാട്ടുകാരും എന്ന് പോലും അറിയാതെ അജ്ഞാതരായ കുറെ ആളുകൾ അവിടുത്തെ കുറെ വീടുകൾ കയറി ഇറങ്ങി കേരളത്തിനെതിരെ
നിങ്ങൾ അണിനിരക്കണം, കേരളയിലെ വരവിനെ തടയണം, അല്ലെ പ്രതിഷേധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ ആൾ പോലും അവരെ പിന്തുണച്ചില്ല. മേലിൽ ഈ നാട്ടിലൂടെ വന്നേക്കരുത്, ഞങ്ങൾക്ക് ഈ വികസനം ആവശ്യമാണ്, ഞങ്ങളുടെ കുട്ടികളൊക്കെ ഇനി നാളുകളിൽ വികസനമായ ഒരു സംസ്ഥാനത്തിലൂടെ ഇഴഞ്ഞു നീങ്ങാൻ പറ്റത്തില്ല എന്നാണ് മറുപടി കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചു നോക്കിയോളൂ. ഇപ്പൊ ഇവരെ പോലുള്ള ആളുകള്, ഞാൻ ആദ്യം ആരോപിച്ചില്ല, ഞാനൊരു കടുത്ത ഭാഷയിലൊന്നും ആരോപണം ഉന്നയിക്കുന്നില്ല. അവരൊക്കെ ജനാധിപത്യപരമായ രീതിയിൽ ഏതിനെ എതിർക്കാനുള്ള അവകാശം അവർക്കുണ്ട്, അവരെതിർത്തോട്ടെ. ഇവരെതിർക്കാത്ത ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് കേരളത്തിലുള്ളതായിട്ട് പറയാൻ പറ്റുമോ? ഒരൊറ്റ പ്രോജക്റ്റ് പറയൂ. ഈ പരിസ്ഥിതിവാദികൾ എന്ന് പറയുന്നവർ, പിന്നെ ഇവര് പറയുന്ന സമരസമിതി, നിങ്ങൾ സമരസമിതി ഒന്നും അതിനെ വിളിക്കരുത് ദയവായിട്ട്. സമരങ്ങളുടെ വേലിയേറ്റങ്ങള് ഇടതുപക്ഷവും പ്രതിപക്ഷവും BJP നടത്തിയിട്ടുള്ള ഒരു ജനാധിപത്യ സംസ്ഥാനമാണ് കേരളം. പിന്നെ ഇവരുടെ സമരത്തെ നിങ്ങൾ സമരസമിതി എന്നുള്ള വാക്ക് ഉപയോഗിച്ച് വ്യാഖ്യാനിക്കരുത്. 4-5 പേർ അവരേത് പരിപാടി വന്നാലും പ്രതിഷേധിക്കുക എന്നുള്ള അവരുടെ ഉപജീവന മാർഗമാണ്, തൊഴിലാണ്. പറയുന്നതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കേരളത്തിൽ എന്ത് പ്രോജക്റ്റ് വന്നാലും അതിനെ എതിർത്തുകൊണ്ട് വാർത്താ ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ഇവരെന്ന് എനിക്ക് പറയുന്നത് യാതൊരു മടിയില്ല. കാരണം കേരളം മടുത്തു. കേരളത്തിലെ ഒരു പൊതുസമൂഹം സത്യം പറയണമെങ്കിൽ മടുത്തുവരെ കൊണ്ട് എന്ത് വിഷയം വന്നാലും കുറെ ആളുകൾ ശ്രീ റെജി ലൂക്കോസ്, താങ്കൾ പറഞ്ഞല്ലോ ഈ പദ്ധതിയുമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ ഇത് കടന്നു പോകുന്ന ആളുകൾ വഴിയിലുള്ളവർക്കൊക്കെ ഇതിൽ താല്പര്യമാണോ എന്ന് പറഞ്ഞു. അങ്ങനെ താല്പര്യമുള്ളവർ ഉണ്ടാകാം സ്വാഭാവികമായും. പക്ഷേ അതിൽ ആശങ്കയുള്ളവരുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ വിഷ്വലുകളിലൂടെ താങ്കളും അത് കണ്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ചില വീടുകളിലേക്കൊക്കെ കല്ലിടാൻ ചെല്ലുമ്പോൾ അവിടുത്തെ ആളുകൾ, ആ വീട്ടിലുള്ളവരൊക്കെ പുറത്തേക്ക് ഇറങ്ങി വന്ന് പ്രതിഷേധിക്കുന്നത് എത്തരത്തിലാണ് എന്ന് താങ്കൾ കണ്ടതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിനെ പൂർണ്ണമായും എഴുതിത്തള്ളാൻ കഴിയും? ഒരുപക്ഷെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ ഇവരൊക്കെ ഇതിനൊപ്പം നിൽക്കുമായിരിക്കാം. കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ടോ എന്നതാണ് ചോദ്യം. തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ്. അത് ഒരു പരിധി വരെ ആ ചോദ്യത്തിനോട് ഞാനും അംഗീകരിക്കുന്നു. ചില ആളുകളിൽ ദുഷ്പ്രചരണം നടക്കുമ്പോൾ അതിനെതിർക്കൊണ്ട് നേരത്തെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറഞ്ഞില്ലേ, 125 വർഷം മുമ്പ് കൊല്ലം, പുനലൂര്, ചെങ്കോട്ട പാത അങ്ങനെയായിരുന്നെങ്കിൽ ഓപ്പൺ ആകത്തില്ലായിരുന്നു. നമ്മുടെ നാട്ടിലൂടെ കുറുപ്പന്തറ, കാണക്കാരി, ഏറ്റുമാനൂർ, കോട്ടയം വഴി തിരുവനന്തപുരത്തേക്ക് പോണ റെയിൽവേ ലൈൻ ഇതുപോലെ തന്നെ ഒരു നൂറ്റാണ്ടിനടുത്തായി ഇപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് അന്ന് സാമൂഹ്യ ദ്രോഹികളെ കുറെ ആളുകൾ ഇത് ചെകുത്താന്റെ വാഹനം എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിച്ചു. എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ അനിയൻ പോലും അവിടെ പോയി സമരം നടത്തിയ. ഭാഗ്യവശാൽ അവര് ട്രെയിന് മുമ്പിൽ നിൽക്കാത്തതുകൊണ്ട് മാത്രം ജീവൻ നഷ്ടപ്പെട്ടില്ല. ആ കാലഘട്ടത്തിൽ ഇവരൊന്നും 1% പോലും മുന്നോട്ട് പോയിട്ടില്ലെന്നുള്ളതാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ BJP എതിർക്കുന്നതിന് വസ്തുത, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ 11 സ്ഥലത്ത് സിൽവർ ലൈൻ പ്രോജക്ട് ഉണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രിയുടെ വാരണാസിയിലേക്ക് ഡൽഹിയിൽ നിന്നുണ്ട്. ഞാനിപ്പോ നോക്കി, നെറ്റിനകത്ത് നോക്കി, അതായത് കേന്ദ്ര റെയിൽവേ മന്ത്രി സിൽവർ ലൈൻ എന്നുള്ള വാക്കേ കോട്ടിട്ടുള്ളൂ. കേരളത്തിലേക്കുള്ള അന്തിമ അനുമതി ഇല്ല എന്നുള്ളൊരു മുരളീധരന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞു. സിൽവർ ലൈനിലുള്ള പ്രോജക്റ്റിനെ കുറിച്ച് അദ്ദേഹം മറുപടി പറഞ്ഞത് അത് കൃത്യമായ മറുപടി ഇല്ലേ ബഹുമാനപ്പെട്ട ആ മന്ത്രിയോട് പറഞ്ഞത്? അതിന്റെ അന്തിമ വിശകലനം നടത്തിയിട്ട് പ്രോജക്റ്റിന് അന്തിമ അനുമതി കൊടുക്കുള്ളൂ. പ്രധാനമന്ത്രിയുടെ താല്പര്യത്തിലാണ് അഹമ്മദാബാദ്, മുംബൈ സിൽവർ ലൈൻ 4 വർഷങ്ങൾക്ക് അന്വേഷിച്ചത്. ഞങ്ങളൊക്കെ കൈയടിച്ചു. അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി BJP-ക്കാരനോട് ഞങ്ങൾ ആരും അദ്ദേഹത്തിന് എതിർത്തോ? ഞാനൊക്കെ ചർച്ചയിൽ അദ്ദേഹത്തിനെ അനുമോദിക്കുകയത്. ഈ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു ബുള്ളറ്റ് ട്രെയിൻ വരുന്നതിനെ കുറിച്ച് പക്ഷേ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിനിനെ നിങ്ങൾ എതിർക്കുകയും ചെയ്തു. അല്ല, അതിന് കാരണമുണ്ട്. അത് പറഞ്ഞു മടുത്തി ഞങ്ങള്. അതെന്തുകൊണ്ടാ? ആദിവാസികളെ കുടിയൊഴിപ്പിക്കുന്ന കാര്യം അല്ല അനുജ. ഈ 18 ഒന്നും 19 സിൽവർ ലൈനെതിരെ ഞങ്ങൾ ഒന്നും വേണ്ടിയിട്ടില്ല. ഇതിൽ ഒരെണ്ണേ ഉള്ളൂ. അതിന് കാരണം ഉണ്ടാ 1688 ഹെക്ടർ സ്ഥലം ആദിവാസികളുടെ നെൽവയലുകൾ നികത്തുന്നതിനെ കുറിച്ച് അതുകൊണ്ടാണ് എതിർക്കുന്നു. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള റൂട്ടും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് മാത്രം ഇങ്ങനെ ചർച്ചകളിലൂടെ ഉന്നയിച്ച് CPM-ന്റെ വാദഗതിയെ അല്ലെങ്കിൽ CPM പറഞ്ഞ യഥാർത്ഥ വസ്തുക്കളെ വളച്ചൊടിക്കരുത് ദയവായിട്ട്. കാരണം അതിന് മറുപടി പറഞ്ഞ് മടുത്തു. ഇല്ല ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ ഇപ്പോൾ ഈ നെൽവയലുകൾ നികത്തപ്പെടുന്നത് അല്ലെങ്കിൽ ആദിവാസികളെ കുടിയൊഴിപ്പിക്കപ്പെടുന്നത് എന്നൊക്കെയുള്ളത് തീർച്ചയായും വളരെ ജെനുവിനായ ഇഷ്യൂ ആണ്. അതിനൊപ്പം നിൽക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വമാണ്. അതേപോലെ തന്നെയുള്ള ആശങ്കയുള്ള ആളുകൾ ഉണ്ട് നമ്മുടെ നാട്ടിലും. സിൽവർ ലൈൻ പദ്ധതി കടന്നു പോകുമ്പോൾ, ഇത്തരത്തിലുള്ള മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ അതെന്താകും, അത് ബോധ്യപ്പെടുന്നില്ല ആളുകൾക്ക്. നിങ്ങൾ എന്താണ് ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നത് എന്ന ചോദ്യമാണല്ലോ പ്രസക്തം. അല്ല, അതിനൊരൊറ്റ ഉദാഹരണം പറയാം. അതായത് നമ്മുടെ ഹൈഗ്രേഡ് ഇലക്ട്രിക്കൽ ലൈൻ വലിക്കുന്നതിന്റെ ഭാഗമായിട്ട് പുതുപ്പള്ളി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ, അനുജിക്ക് അറിയാവുന്ന സംഭവം, എല്ലാവർക്കും അറിയാം. അവിടെ വന്നപ്പോൾ കുറെ റബ്ബർ കർഷകർ എതിർപ്പ് പറഞ്ഞതിന്റെ പേരിൽ ആ പദ്ധതി മേടിച്ചു അന്നത്തെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി സർക്കാർ, ഉമ്മൻചാണ്ടിയും. പക്ഷേ പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം അത് പൂർത്തീകരിച്ചില്ലേ, അത് കംപ്ലീറ്റ് ചെയ്തില്ല. അതൊരു വലിയ ഉദാഹരണമല്ലേ? അതുപോലെയാണ് ചില ജനങ്ങൾക്ക് ആശങ്കയുണ്ട്, ഞാൻ തർക്കിക്കുന്നില്ല. അവരുടെ വീടിന്റെ പരിസര പ്രദേശങ്ങളിൽ പോയി കല്ലിടുമ്പോൾ ഇത് നാളെ മുതൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണെന്നുള്ള ആശങ്കയൊക്കെ വിഷം കുത്തി വെക്കുമ്പോൾ അവർ സാധിക്കുന്ന മനുഷ്യർ അവർക്ക് ആശങ്കയുണ്ട്, തർക്കിക്കണ്ട. ആ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് കൃത്യമായി നഷ്ടപരിഹാരം കൊടുക്കുന്നു. സ്ഥലത്തിന് 3 ഇരട്ടി പൊന്നുമല കൊടുക്കുന്നതിന് ഉപരിയായിട്ട് 4,60,000 രൂപ വേറെ പണമായിട്ട് കൊടുക്കുന്നു. ഇതെല്ലാം കൊടുക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി കൃത്യമായ രീതിയിൽ കേരളത്തിന് ഹൈക്കോടതിയെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട്.
ഹൈക്കോടതി ഇന്ന് എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൈക്കോടതി അതിനെക്കുറിച്ചൊന്നും പരാമർശിച്ചില്ല. ഹൈക്കോടതി ഇതിൽ ഒരൊറ്റ കാര്യത്തിലൂടെ ഒരു സെക്കൻഡ് എനിക്ക് സമയമാണ്, 10 സെക്കൻഡ്. കേരള ഹൈക്കോടതിയുടെ തീരുമാനത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട BJP ശശികുമാറോട് ഒരു ആശങ്ക പറഞ്ഞു. അദ്ദേഹത്തിനോട് ഒറ്റ മറുപടി പറയാം. അതായത് എന്തുകൊണ്ടാണ് ഈ നിമിഷം വരെ കേന്ദ്ര സർക്കാർ ഇതിന്റെ അനുമതിയെ കുറിച്ച് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കോടതിയെ ധരിപ്പിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമല്ലേ? കേന്ദ്ര സർക്കാർ ആ മറുപടി കൊടുത്തില്ല. അതിന്റെ അർത്ഥം എന്താ? കോടതി ആവശ്യപ്പെട്ട് കൊടുക്കാതിരുന്നപ്പോൾ ഇതിന് അനുമതി നൽകുന്നുള്ളതാണ്. അല്ലെങ്കിൽ കോടതിയുടെ മുമ്പിൽ ഏസോർണോ പറയണ്ടേ? തന്നെയുമല്ല കേന്ദ്ര സർക്കാരിന് വക്കീൽ പോലും ഇല്ല. അതെ, ആ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഉന്നയിച്ച കാര്യമാണ്. ശ്രീ NK ശശികുമാർ, ഇപ്പോൾ നമുക്കറിയാം ഈ കേരളയിലാണല്ലോ ഈ പദ്ധതി, കേരളയിൽ എന്ന പേരിട്ടുകൊണ്ടാണ് ഈ കല്ലിടൽ നടക്കുന്നത്. അതിനെതിരെയാണ് കോടതി കഴിഞ്ഞ തവണ രംഗത്തെത്തിയത്. അത് നിർത്തിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരളയിൽ എന്നുള്ളത് എന്താണ്? കേരളയിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനമൊന്നും അല്ലല്ലോ, അത് റെയിൽവേയുടെ കീഴിൽ വരുന്ന ഒന്നാണ്. കേരളയിലാണ് ഈ പദ്ധതിക്ക് വേണ്ടി. ഇപ്പോൾ കോടതിയിൽ കേരളയിലിന്റെ വാദങ്ങളുണ്ട്. അത് ഈ പദ്ധതിക്ക് പൂർണ്ണമായും അനുകൂലമായ രീതിയിൽ തന്നെയാണ് അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. സംഭവിക്കുന്നത് എന്താണ്? കേരളയിൽ എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെയോ റെയിൽവേയുടെ പദ്ധതിയല്ല അനുജ. ആദ്യം അതിനെക്കുറിച്ച് അതുകൊണ്ടാണ് DPR പുറത്തുവിടാൻ ഇവർ തയ്യാറാകാത്തതിന്റെ പിന്നിൽ വളരെ വലിയ ദുരൂഹതയാണല്ലോ ഉള്ളത്. കാരണം ഈ കേരളയിൽ അല്ലെ സിൽവർ ലൈന് വേണ്ടി ഉപയോഗിക്കുന്നത് സ്റ്റാൻഡേർഡ് ഗേജ് ആണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ച് സ്റ്റാൻഡേർഡ് ഗേജിൽ ഒരു പാതയും ഉപയോഗിക്കുന്നില്ല. ഉള്ള മീറ്റർ ഗേജ് പാത പോലും ബ്രോഡിലേക്ക് മാറ്റിക്കൊണ്ട് വന്ദേ ഭാരത് കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന തരത്തിലേക്ക് ട്രെയിനുകൾ റെയിൽവേ ട്രാക്കുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ റെയിൽവേ മുഴുവൻ ഗേജുകളും സ്റ്റാൻഡേർഡ് ഗേജിൽ നിന്ന് എല്ലാം മാറ്റി ബ്രോഡ് ഗേജിലേക്ക് മാറ്റി കഴിഞ്ഞിരിക്കുന്നു. ഇനി സ്റ്റാൻഡേർഡ് ഗേജിൽ ഈ പദ്ധതി എടുത്താൽ പോലും ഇന്ത്യൻ റെയിൽവേ അത് ഏറ്റെടുക്കാനുള്ള യാതൊരു തരത്തിലുള്ള സാധ്യതകളും ഇല്ലാത്ത പദ്ധതിയാണ്. ഈ കേരളയിൽ എന്ന് പറയുന്നത് തന്നെ ജനങ്ങളുടെ മുന്നിൽ ഉള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതലായി ഇവർ ചില വാദങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ചിന്തയിലൂടെ പിണറായി വിജയൻ. അത് ലൈഫ് മാതൃകയില് ഇവിടുന്ന് കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കേരളയിൽ കടന്നു പോകുന്ന അല്ലെ സിൽവർ ലൈനിലൂടെ പാതയിലൂടെ 20,000 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കണം. ഈ 20,000 കുടുംബങ്ങളെ എവിടെ ഭൂമി കൊടുക്കും അനുജ? ഈ സർക്കാർ എവിടെ ഭൂമി കൊടുക്കും? ഇവിടെ സൂചിപ്പിച്ചുള്ള മൂലമ്പള്ളിയും നമ്മുടെ പുത്തുമലയും വെട്ടിമുടിയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ഇന്ന് വരെ പുനരധിവാസ പാക്കേജ് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. 50,000 ചെറുകിട കച്ചവടക്കാരെയും മറ്റതുപോലെയുള്ള അനുബന്ധ കച്ചവടക്കാരെയും ഇതിനകത്ത് മാറ്റേണ്ടി വരുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം 500 മീറ്റർ ദൂരത്തില് ഒന്നെങ്കിൽ അടിയിലൂടെയുള്ള സഞ്ചാരയോഗ്യമായ പാത അല്ലെ മേൽപാതം, അണ്ടർഗ്രൗണ്ട് പാതകളും മേൽപ്പാലങ്ങളും നിർമ്മിക്കും എന്ന് പറയുന്നു. ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഈ ഭൂമി നഷ്ടപ്പെടുമ്പോൾ ഈ ആളുകൾക്കെല്ലാം പുനരധിവാസ പാക്കേജിലെ ലൈഫ് മാതൃകയിൽ ഭവനം നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറയുന്ന പിണറായി വിജയൻ ഗവൺമെന്റിനോട് റെജി ലൂക്കോസ് പറയുന്നത് കേൾക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. ഒരൊറ്റ ചോദ്യം എനിക്കുള്ളൂ. ഈ പാക്കേജ് പറയുന്ന പിണറായി വിജയനോട് ഒരൊറ്റ ചോദ്യം. കേരളത്തിൽ 2017 മുതൽ 2021 വരെ ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ കൊടുത്തിരിക്കുന്ന ആളുകളുടെ എണ്ണം 9.2 ലക്ഷം. 9.2 ലക്ഷം. കഴിഞ്ഞ 2021 നവംബർ മാസം 15-ാം തീയതി ഇതിന്റെ വേരിഫിക്കേഷൻ പൂർത്തിയാക്കണമെന്ന് പിണറായി വിജയൻ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് നിർദ്ദേശിച്ചു. ഇന്ന് 40% വേരിഫിക്കേഷൻ മാത്രമേ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളൂ. 9.2 ലക്ഷം കുടുംബങ്ങൾ പാവമില്ല കേരളത്തിൽ കഴിഞ്ഞ 4 വർഷമായി മാറി മാറി അപേക്ഷ സമർപ്പിച്ചിട്ട് ഒരെണ്ണം പോലും വെച്ചു കൊടുക്കാൻ സാധിക്കാത്ത ഗവൺമെന്റ് ആണ് പറയുന്നത് ഈ 20,000 കുടുംബങ്ങൾക്ക് മാറ്റി പാർപ്പിക്കുവാനുള്ള ഭൂമി കണ്ടെത്തും. എവിടെ? ഇനി ഭൂമി കണ്ടെത്തണമെങ്കിൽ ഇവർ അളന്നു കൊടുക്കാൻ സാധിക്കുന്ന ഇവർക്ക് അറബിക്കടലിൽ അളന്നു കൊടുക്കാം. അല്ലാതെ കേരളത്തിന്റെ ഏതെങ്കിലും റവന്യൂ ഭൂമിയിലോ അല്ലെ മറ്റു ഭൂമിയിലോ ഇത്തരം കുടുംബങ്ങളെ പാർപ്പിക്കാൻ ഇവർക്ക് അതിനുള്ള യാതൊരു തരത്തിലുള്ള ഭൂമിയും കേരളത്തിലില്ല എന്ന് വളരെ വ്യക്തമാണ്. അപ്പോഴാണ് ഈ 2017 മുതൽ 21 വരെ നിങ്ങൾ ഓർക്കണം അനുജ, 2016 അപേക്ഷ കൊടുത്ത ലൈഫിലെ അപേക്ഷ കൊടുത്ത ആളുകൾക്കാണ് ഇപ്പോൾ വീട് നിർമ്മിക്കാനായി പദ്ധതി തുക അനുവദിക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ 4 വർഷം ഇത് മരവിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. 2020 മുതൽ 21 വരെ അപേക്ഷ സ്വീകരിച്ചിട്ടില്ല ഈ ഗവൺമെന്റ്. ഇനിയും എത്ര ആയിരക്കണക്കിന് അപേക്ഷ വരാനിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സംസ്ഥാനമാണ് പറയുന്നത് 1.5 ലക്ഷം കോടി രൂപ മുതൽ മുടക്കി. ഈ ജനങ്ങൾക്ക് ഏത് ജനങ്ങൾക്ക് യാത്ര ചെയ്യാനാ? അത് നയവ്യതിയാനമാണ്. മുതലാളിത്തത്തിലേക്ക് ഭയങ്കരമായ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനവും നയങ്ങളും. ഇത് ഏത് സാധാരണക്കാരനാ അനുജ ഈ കേരളയിലേക്ക് കയറി കാസർഗോഡ് വന്ന് അടയ്ക്ക കൊടുക്കാൻ, തിരുവനന്തപുരത്ത് വന്ന് അടയ്ക്ക കൊടുക്കാനാണോ കാസർഗോഡ് നിന്ന് ഈ 3 മണിക്കൂർ കൊണ്ട് വരാൻ പോകുന്നത്? ഈ ബ്രോഡ് ഗേജിലേക്ക്
ഇന്ത്യൻ റെയിൽവേ മാറുമ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പം തൃശ്ശൂർ മുതൽ എറണാകുളം വരെയുള്ള പാത അത് ബ്രോഡ് ഗേജിലേക്ക് മാറ്റി 160 കിലോമീറ്റർ സ്പീഡിൽ ട്രെയിൻ ഓടിക്കാനുള്ള പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തിൽ 160 മുതൽ 200 കിലോമീറ്റർ വരെ സ്പീഡിൽ ബ്രോഡ് ഗേജിലൂടെ റെയിൽവേ യാത്രാ സൗകര്യമായി അവർക്ക് ട്രെയിൻ ഓടിക്കുവാനുള്ള പാതകൾ തയ്യാറാക്കാനും അതിനുള്ള പദ്ധതികളും വന്ദേ ഭാരത് മിഷനിലൂടെ രാജ്യത്ത് മുഴുവൻ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഇത് ആരാണ് ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇങ്ങനെ അർദ്ധ അതിവേഗ പാതയിലൂടെ സഞ്ചരിക്കാൻ ഉണ്ടാവുക എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ അപ്രസക്തമല്ലേ? കാരണം നമ്മൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്ത് വികസനം സാധ്യമാകും? ഇപ്പോൾ ഫ്ലൈറ്റ് ഉപയോഗിക്കുന്നത് ആരൊക്കെയാണ്, അല്ലെങ്കിൽ ടാക്സി ഉപയോഗിക്കുന്നത് എല്ലാവരുമാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെയുള്ള അർത്ഥശൂന്യമായ ചോദ്യമല്ലേ അത്? നിങ്ങൾക്ക് തെറ്റിയത് അവിടെയാണ് അനുജ, നിങ്ങൾക്കും തെറ്റിയത് അവിടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മെട്രോയുടെ കാര്യത്തിൽ ഇപ്പോൾ ഗവൺമെന്റ് ഒരു നയം സ്വീകരിച്ചിട്ടുണ്ട്. വലിയ വലിയ സിറ്റികളിൽ മാത്രം ജനസംഖ്യ ആനുപാതികമായി മാത്രമേ മെട്രോ അനുവദിക്കാൻ പാടുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം എറണാകുളത്തെ നമ്മുടെ മെട്രോ പോലും 1000 കോടി രൂപ നഷ്ടത്തിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സിറ്റികളിൽ മെട്രോ അനുവദിക്കുന്ന കാര്യത്തിൽ യാത്രക്കാരുടെ എണ്ണം യാത്രക്കാർ വ്യക്തമായി പഠിച്ചതിന് ശേഷം ഇനി മെട്രോ അനുവദിക്കാറുള്ളതാണ് കേന്ദ്രം ഒരു നയം എടുത്തിരിക്കുന്നത്. ഇത് തന്നെയാണ് സിൽവർ ലൈനിന്റെ കാര്യത്തിലും. ഇതിന് പദ്ധതിക്ക് ഫണ്ട് അനുവദിക്കുന്ന അപ്പോൾ BJP പറയുന്നത് എന്താണ്? ഈ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വെഹിക്കിൾ ഉള്ള ഇടം കൂടിയാണ് നമ്മുടെ നാട്. ഇത് ഇതേ രീതിയിൽ തന്നെ പോയിക്കൊള്ളട്ടെ, 10-12 മണിക്കൂർ എടുത്ത് നമ്മൾ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സഞ്ചരിച്ചാൽ മതി, അതാണോ നിങ്ങൾ പറയുന്നത്? അനുജ, സഞ്ചാരയോഗ്യമായ ഒരു പാത കേരളത്തിൽ ഉണ്ടാക്കിയിട്ട് പോരെ ഈ സിൽവർ ലൈൻ കൊണ്ടുവരാൻ? ജനങ്ങൾക്ക് ഒന്ന് കുണ്ടും കുഴിയിലും ചാടാതെ ഏതെങ്കിലും ഒരു പാതയിലൂടെ നമുക്കിന്ന് സഞ്ചരിക്കാൻ സാധിക്കുമോ കേരളത്തിൽ? അത് നേരെ നടത്താൻ സാധിക്കാതെ പറഞ്ഞു, മലയോര ഹൈവേ പറഞ്ഞു, തീരദേശ ഹൈവേ പറഞ്ഞു, വാട്ടർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ജലഗതാഗതം ഉപയോഗിച്ചുകൊണ്ടുള്ള ഹൈവേയുടെ കാര്യം പറഞ്ഞു. ഏതെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കിയോ കേരളം? ഒരു പദ്ധതിയും നടപ്പിലാക്കിയില്ല. പോട്ടെ, നമ്മുടെ പ്രതിമാസം 67 കോടി രൂപ നഷ്ടത്തിൽ പോകുന്ന KSRTCക്ക് നമ്മുടെ ധനകാര്യ സ്ഥാപനമായ ഗവൺമെന്റിൽ നിന്ന് 67 കോടി രൂപ കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് ശമ്പളവും കൊടുക്കാൻ മാത്രം സാധിക്കാത്തതിലേക്ക് പൊതുമേഖലാ സ്ഥാപനത്തെ ലാഭകരമായി പ്രവർത്തിപ്പിക്കാൻ സാധിക്കാത്ത ഒരു ഭരണകൂടമാണ് പറയുന്നത് ഞങ്ങൾ സിൽവർ ലൈനിലൂടെ കേരളത്തിൽ വികസനം കൊണ്ടുവരുമെന്ന്. എന്ത് വികസനമാണ് കൊണ്ടുവരുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഈ പദ്ധതിക്ക് പ്രസക്തമാണ്. അല്ലാതെ അനുജ അങ്ങനെ മാത്രം പറയരുത്. ആരാണ് ഇതിലെ യാത്രക്കാരെന്നതാണ് ഏറ്റവും പ്രധാനം. ഇത് തന്നെയാണ് ജപ്പാനും ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ജപ്പാൻ എന്തുകൊണ്ട് ഈ സിൽവർ ലൈൻ അല്ലെങ്കിൽ ഈ ട്രെയിനുകളിൽ നിന്ന് പിൻവാങ്ങി എന്നുള്ള ആ പഠനം കൂടി അനിവാര്യമല്ലേ? ഇതിന് ഫണ്ട് അനുവദിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ജപ്പാന്റെ കടം തീർക്കാൻ അവരുടെ സാങ്കേതിക വിദ്യ വിൽക്കുന്ന ഒരു വലിയ ദുരൂഹത ഇപ്പോൾ ജപ്പാനിൽ. കാരണം ജപ്പാനിലെ ഈ സിൽവർ ലൈൻ മുഴുവൻ അവർ നിർത്തലാക്കി കഴിഞ്ഞു. കാരണം അത്രയേറെ ഭയങ്കര നഷ്ടത്തിലെ 1987 ശേഷം ജപ്പാൻ ആ പദ്ധതി തന്നെ ഏതാണ്ട് ഉപയോഗിക്കാത്തതിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്ന അത്രയേറെ വലിയ നഷ്ടത്തിലേക്ക് രാജ്യം പോയി. അതിനെ മറികടക്കാനാണ് ഈ സാങ്കേതിക വിദ്യ പല രാജ്യങ്ങൾക്കും കൊടുത്തുകൊണ്ട് ഇപ്പോൾ വലിയ ഒരു അഴിമതിക്ക് പിണറായി വിജയന്റെ നേതൃത്വം. ലാവലിന് ശേഷം പിണറായി വിജയനും ഇടതുപക്ഷത്തിനും ഇന്ത്യയിൽ പ്രവർത്തിക്കണമെങ്കിൽ ആകെ ഇനി കേരളം മാത്രമേ ഉള്ളൂ. അപ്പൊ കുറച്ച് പണം ഉണ്ടാക്കണം എങ്ങനെയെങ്കിലും. അതിനുള്ള ഒരു വലിയ അഴിമതി മാത്രമേ. ഞാൻ താങ്കളിലേക്ക് എത്താം, ഞാൻ ചർച്ചയിലേക്ക് തിരികെ എത്താം. ശരണ്യ രാജ്, ഇന്നിപ്പോൾ ധനമന്ത്രി പറഞ്ഞ ഒരു കാര്യം, സാമ്പത്തിക ബാധ്യതയെക്കുറിച്ചൊക്കെ ഒട്ടേറെ ആശങ്കകളുണ്ട്, വിമർശനങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ തുടക്കത്തിലെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പദ്ധതിയും തുടക്കത്തിൽ ബ്രേക്ക് ഈവൻ ആകില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ നമ്മൾ ആ തരത്തിലേക്ക് ഇതിനെ വിമർശനാത്മകമായി കണ്ടാൽ കൊല്ലം ചെങ്കോട്ട പാത എന്നുള്ളത് അത് ഉണ്ടാകുമായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചൊരു ലേഖനം ഡോക്ടർ തോമസ് ഐസക്കിന്റെ ഒരു ലേഖനമാണ്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ ഇരിങ്ങാലക്കുട എന്നെഴുതിയ റെയിൽവേ സ്റ്റേഷൻ, പക്ഷേ അത് ആ ടൗണിൽ നിന്നും 10 കിലോമീറ്റർ അകലെയാണ്. മറ്റൊരു സ്ഥലത്തിന്റെ പേരെനിക്ക് ഓർമ്മയില്ല. അവിടെയാണ് ഈ റെയിൽവേ ജംഗ്ഷൻ ഉള്ളത്. എന്തുകൊണ്ടാണ് അത്രയധികം ദൂരേക്കായത്? അന്ന് ഇതുപോലെ തന്നെ ഒട്ടേറെ ആളുകൾ ഇതിന് പ്രതിഷേധവുമായി എത്തുന്നു. പിന്നീട് അത് ഈ പറയുന്ന സ്ഥലത്ത് മാത്രമേ ആ ജംഗ്ഷൻ സ്ഥാപിക്കാൻ സ്റ്റോപ്പ് അവിടെ മാത്രമേ ഉണ്ടാകാൻ കഴിയുള്ളൂ. ഇപ്പോഴും ആളുകൾ അതിന്റെ ദുരിതം അനുഭവിക്കുകയാണ്. 10 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് ഇരിങ്ങാലക്കുട സ്റ്റേഷനിലേക്ക് എത്തുന്നു എന്നുള്ള തരത്തിലേക്ക്. അപ്പോൾ
ഈ തരത്തിലേക്ക് നമ്മൾ ഓരോ ഘട്ടത്തിലും ഇങ്ങനെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ വികസനത്തെ തടസ്സപ്പെടുത്തുക എന്നത് അതൊരു ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്നതാണ്. അപ്പോൾ കുറേയൊക്കെ നമ്മൾ അതിനുവേണ്ടി ചിലപ്പോൾ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അതിന് സർക്കാർ നിങ്ങളുടെ എല്ലാ പരാതികളും പരിഭവങ്ങളും കേൾക്കുകയും നിങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും. എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്, സർക്കാർ ഉണ്ട്, നിങ്ങൾക്കൊപ്പം ജനങ്ങൾക്കൊപ്പം ഉണ്ട് എന്നതാണ്. ഇവിടെ ആദ്യമായിട്ട് ഞാൻ ശ്രീ റെജി ലൂക്കോസ് അദ്ദേഹം അപമാനിച്ചിരിക്കുന്നത് ഇന്നാട്ടിലെ ജനങ്ങളെയാണ്. സമരസമിതി അല്ല ഇങ്ങനെ 3-4 പേര് എന്ന് പറഞ്ഞ് ഇവരെ സമരസമിതി എന്ന് വിളിക്കരുതെന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം അപമാനിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങളെ. അദ്ദേഹം ഇവിടെ സമരം ആരോ എവിടെ നിന്നോ വന്ന ആരോ ചിലരെന്ന് പറയുന്നു. ഈ ന്യൂ ഇയർ ദിവസം, ഈ പുതുവർഷ ദിനത്തിൽ നമ്മുടെ മാടപ്പള്ളി, പത്തനംതിട്ട കോട്ടയം ജില്ലാ അതിർത്തിയിൽ 250ഓളം മനുഷ്യരാണ് രാവിലെ യാതൊരു പുതുവർഷ ആഘോഷവുമില്ലാതെ അവിടെ സമരസമിതിയുടെ പ്രതിഷേധവും ഉയർത്തി അണിചേർന്നത്. എവിടെ നിന്ന് വന്നവരാണ് ഈ ന്യൂ ഇയർ ദിനത്തിൽ അത്രയും ആൾക്കാർ? അങ്ങൊന്ന് പരിശോധിക്കണം. പിന്നെ ഈ വാദം ഉയർത്തിക്കൊണ്ട് കോട്ടയത്തേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ, കോട്ടയത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതിന്റെ മറുപടി അദ്ദേഹം ജനങ്ങളോട് പറയേണ്ടി വരും എന്നും കൂടെ ഞാൻ പറയുകയാണ്. കാരണം ജനങ്ങളാണ് ഈ സമരത്തിലുള്ളത്. അതിനപ്പുറത്ത് യാതൊരു അതെ അങ്ങ് പുറത്തിറങ്ങുമ്പോൾ തീർച്ചയായും ഇതിന് മറുപടി പറയേണ്ടി വരും. ബഹുമാനിനെ റെജി ലൂക്കോസ്, അങ്ങ് ഇതിന് മറുപടി പറഞ്ഞേ തീരൂ. ജനങ്ങളെ അപമാനിച്ചതിന് അങ്ങ് മറുപടി പറഞ്ഞേ തീരൂ. അർത്ഥശങ്കയില്ലാത്ത വിധം പറയുന്നു. എന്തായാലും ഈ വേദി ഇത്തരത്തിലേക്ക് ഒരു വെല്ലുവിളിക്കും ഭീഷണിക്കും വേദിയാക്കി മാറ്റേണ്ട. എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ശരണ്യ. അല്ല, ഭീഷണിയല്ല, അപമാനിക്കരുത്. ഞങ്ങൾ പറയുന്നത് സമരസമിതി ചോദ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്, അതിന് മറുപടിയാണ് പറയേണ്ടത്. അതിനു പകരം ജനങ്ങളെ, സമരസമിതിയെ, സമരം ചെയ്യുന്നവരെ, പരിസ്ഥിതി പ്രവർത്തകരെ ആക്ഷേപിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. നമ്മൾ മൂലമ്പിള്ളിയിൽ, ചെങ്ങറയിൽ, ജനകീയ സമരങ്ങളെ അധിക്ഷേപിക്കുന്നതാണ് CPIM-ന്റെ പരിപാടി. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് ഇപ്പോഴും തുടരുന്നത്. പക്ഷെ ഈ സമരങ്ങൾ വിജയിച്ചിട്ടുണ്ട്. നന്ദിഗ്രാമും സിംഗൂരും അധികാരം പോയിടമെങ്കിലും നിങ്ങൾ മറക്കരുതെന്ന് പറയുകയാണ് സമരസമിതി. ആ സമരങ്ങളെ അത് മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് സമരസമിതി പ്രവർത്തിക്കുന്നത്. ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ ഇപ്പോഴും പറയുകയാണ്, ഈ പദ്ധതി പിൻവലിച്ച് ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ. കാരണം ഇടതുപക്ഷ മനസ്സാണ് കേരളത്തിനുള്ളത്, ഇടതുപക്ഷത്തിന്റെ സംസ്കാരമാണ്, മാനവികതയാണ് ഇവിടുത്തെ ജനങ്ങൾക്കുള്ളത്. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന ഒട്ടേറെ പേർ പോലും ഈ പദ്ധതിക്കെതിരെ രംഗത്ത് വരികയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കൃഷ്ണപ്രസാദ് എന്ന കർഷകരുടെ സമരത്തിന് നേതൃത്വം നൽകിയ ആ നേതാവ് പോലും ചോദിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടാത്തൊരു പദ്ധതി നമുക്ക് എന്തിനാണ് എന്നാണ്. അതുപോലെ ഒട്ടേറെ പേർ നമുക്കറിയാവുന്നതാണ്, പ്രഗത്ഭരായ ഒട്ടേറെ ആളുകളുണ്ട്, ശാസ്ത്ര സാഹിത്യ പരിഷത്തുണ്ട്, അവർ പഠനം പോലും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്ന ഈ കാര്യം എന്തുകൊണ്ടാണ് ഇത് ബോധ്യപ്പെടാതെ പോകുന്നത്? തീർച്ചയായിട്ടും അതിലേക്ക് മറുപടി പറയാം. അതിനു മുമ്പായിട്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് BJP-യുടെ വക്താവ് പറഞ്ഞ ചോദ്യത്തിന് മറുപടി പറയാനുണ്ട്. ഈ ചർച്ചയിലേക്ക് പൂർത്തിയാകത്തില്ല. അദ്ദേഹം പറഞ്ഞു, കാസർഗോഡ് പോലെ തിരുവനന്തപുരം വരെ അടയ്ക്ക വിൽക്കാനായിട്ടാണ് ആൾക്കാർ യാത്ര ചെയ്യുന്നത്. അതൊക്കെ ഒരു പരിഹാസ്യമായിരുന്നു. പോട്ടെ, ഞാൻ അതിനെ എന്റെ തള്ളിക്കളയുന്നു. ശരിക്കൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് കോന്നിയിൽ മത്സരിച്ച അവരുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ, എന്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം. അദ്ദേഹം എന്തിനാണ് അന്ന് ഈ പറഞ്ഞ ഹെലികോപ്റ്റർ യാത്ര ചെയ്തത്? അദ്ദേഹത്തിന് ട്രെയിനിൽ ചെങ്ങന്നൂർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു 3/4 മണിക്കൂർ കൊണ്ട് കോന്നിയിൽ എത്താൻ പറ്റില്ലായിരുന്നു, പത്തനംതിട്ട വഴി. എന്തുകൊണ്ട് അദ്ദേഹം വന്നത്? അപ്പൊ അദ്ദേഹത്തിന് ഇല്ലാത്തൊരു പ്രിവിലേജ്, അദ്ദേഹത്തിനുള്ള അവകാശത്തിന് ഒരു അംശം പോലും മലയാളി കേരളത്തിലെ പൊതുസമൂഹത്തിലില്ലേ? അത് എന്തൊരു ചോദ്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ബഹുമാനപ്പെട്ട ശശികുമാർ കേട്ടില്ല എന്ന് പറഞ്ഞു, അത് ന്യായമായിരിക്കാം. ഞാൻ അത് ഇത്രേ പറഞ്ഞോളൂ. കേരളയിൽ എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ സംയുക്ത സംരംഭമാണ്. നിങ്ങൾ അഴിമതി ആരോപിച്ചു. അപ്പൊ ആ അഴിമതിയുടെ വിധം നിങ്ങളുടെ കേന്ദ്ര സർക്കാരിന്റെ ഇതിന്റെ കൺസേൺ ആയിട്ടുള്ള പാർട്ടി കിട്ടുന്നുണ്ടോ? കേരള സർക്കാരിലോ അല്ലെങ്കിൽ കേരളത്തിന് ഇതിന് ചുക്കാൻ പിടിക്കുന്നതോടൊപ്പം? അപ്പൊ നിങ്ങൾ അഴിമതി ആരോപണം ഉന്നയിക്കുന്നത് അവസാനിക്കുകയാണ്. അത് സമയം തീർന്നു, സമയം പോയി. ഞാൻ അത് വളരെ മാനിച്ചോണ്ടല്ലേ അവരുടെ പ്രധാനമന്ത്രി അന്വേഷിച്ച സിൽവർ ലൈനെതിരെ അങ്ങേക്ക് ഒരു വാക്ക് പറയാനുള്ള ചങ്കുറ്റുണ്ടോ? അങ്ങനെ പ്രധാനമന്ത്രി ഡയറക്റ്റ് ആയിട്ട് 2 ലൈൻ പ്രഖ്യാപിച്ചു. അഹമ്മദാബാദ്, മുംബൈ, അതിന്റെ ഡൽഹി, ഭുവനേശ്വർ, വാരണാസി, അത് ഇല്ല. അപ്പൊ ഇത് പറയുമ്പോഴെല്ലാം വളരെ സൂക്ഷിച്ചോളം പറയാനായിട്ട്. രണ്ടാമത്തെ കാര്യം, ആ സഹോദരി എന്നെ വെല്ലുവിളിച്ചിരിക്കുന്നത് കോട്ടയത്ത് എന്നാൽ എനിക്കിട്ടെന്തോ ചെയ്യുമെന്ന് വെല്ലുവിളിച്ചത്. ഇതാണ് ഈ സമരക്കാരുടെ പ്രത്യേകത. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, കേരളത്തിൽ അപരിഷ്കൃതമായ രീതിയിലുള്ള കാളവണ്ടി യൂത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സമരത്തിനെ എതിർത്തതിന്റെ പേരിൽ എന്നെ അവർ ഭീഷണിപ്പെടുത്തിയിരിക്കുക. ഇത് ഇവരുടെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളവരും ഇപ്പൊ ഇതൊക്കെ അന്വേഷണത്തിന് വിധേയമാക്കണം. ഇവർക്കുള്ള പണം ഇവിടുന്ന ഈ സമരം നയിക്കാനുള്ള സാമ്പത്തികം ഇവിടുന്ന ജനങ്ങൾ 250 പേരും ക്രിസ്മസ് ദിവസത്തിനോട് ഉപവാസം നടത്തിയെന്നൊക്കെ അവർ പറയുന്നത്. 250 1000 പേരെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളെ പോലുള്ളവരെ നിങ്ങൾ വിഹിതം കിട്ടുന്ന 1000 പേരോളം നിങ്ങൾക്ക് കിട്ടും.
അതിനൊന്നും ഇവിടെ തർക്കമില്ല. ശരി, ഞാൻ പിന്നെ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ ഇനിയും മറുപടി പറയുന്നില്ല. ചോദ്യത്തിന് മറുപടി ഇല്ല എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ശ്രീ ശശികുമാറിലേക്ക് പോയിക്കൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ശ്രീ ശശികുമാർ, ഇപ്പോൾ ഈ മാസം 20-ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയിൽ ഹാജരായി നിലപാട് വ്യക്തമാക്കണമെന്ന് കോടതി പറയുമ്പോൾ നിങ്ങൾ എന്ത് നിലപാട് വ്യക്തമാക്കും? അല്ല, അക്കാര്യത്തിൽ അനുജ സംശയവും വേണ്ട. കേന്ദ്ര സർക്കാർ ഈ കോടതിയിൽ വ്യക്തമായ നിലപാട് പറയും. ഈ സിൽവർ ലൈന് അനുമതി കൊടുത്തിട്ടില്ല, അങ്ങനെ ഒരു പദ്ധതിക്ക് കേന്ദ്ര സർക്കാരോ റെയിൽവേ മന്ത്രാലയോ അനുമതി കൊടുത്തിട്ടില്ല എന്ന വ്യക്തമായ മറുപടി ഹൈക്കോടതിയിൽ സമർപ്പിക്കും. അതോടൊപ്പം അനുജ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കും. ഇന്ത്യയിൽ കമ്മ്യൂണിസം അവസാനിക്കുകയാണ്. കേരളത്തില് അതിന്റെ അവസാനത്തിന്റെ ഭാഗമാണ് സിൽവർ ലൈൻ എന്ന് പറയുന്നത്. പശുവും ശരി ശരണ്യ, വളരെ വേഗം ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. നമ്മുടെ ജനങ്ങളുടെ വേഗതയെ പറ്റിയാണെങ്കിൽ മുഴുവൻ ജനങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മുടെ റോഡ് ഗതാഗതമാണ്. അതൊന്നും മര്യാദയ്ക്ക് നന്നാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ദേശീയപാതകൾ, പിന്നെ MC റോഡ് ഓരോ ദിവസം പോകുന്തോറും പുതിയ പുതിയ കുഴികൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതുപോലും ഒന്ന് മെയിൻ്റനൻസ് ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ അതുപോലെ തന്നെ റെയിൽവേ തകർക്കുന്ന കാര്യമാണ് ഇതിന്റെ പുറത്തു വന്നിട്ടുള്ള നമ്മുടെ ട്രാഫിക് ഫോർകാസ്റ്റ് റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നിലവിലുള്ള സംവിധാനത്തെ ഒന്ന് മര്യാദയ്ക്ക് നടത്തി ഉള്ളതിനെ ഒന്ന് മെച്ചപ്പെടുത്തിത്ത, എന്നിട്ട് നിങ്ങൾ ഈ നാടിനെ നശിപ്പിക്കുന്ന പരിപാടിയെ കുറിച്ച് ആലോചിക്കുക. ഇതാണ് സർക്കാരിനോട് ഒരു വികസന പദ്ധതി നടപ്പാക്കാൻ, അതും ഇത്ര വലിയൊരു വികസന പദ്ധതി നടപ്പാക്കാതെ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ആയിരിക്കണം എന്നുള്ള നിലപാടാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഉള്ളത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ റെജി ലൂക്കോസ്, NK ശശികുമാർ, ശരണ്യ രാജ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.